ഇന്നും നമുക്ക് കോവിഡ് പ്രത്യാവലോകനത്തോടുകൂടി തന്നെ ആരംഭിക്കാം. ഇന്നലെ എന്തായാലും മുഖ്യമന്ത്രി വീണ്ടും പ്രത്യക്ഷപ്പെട്ട് കോവിഡ് ഇങ്ങനെ ഒന്നുകൂടി TPR ഒന്നുകൂടി മുകളിലേക്ക് പോയിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് നമുക്ക് നൽകിയത്. അതായത് 2 ദിവസം ശനിയും ഞായറും കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ആയി എല്ലായിടവും പൂട്ടിയിട്ട് കഴിഞ്ഞ് തിങ്കളാഴ്ച കഴിഞ്ഞ് ചൊവ്വാഴ്ചയായപ്പോഴത്തേക്ക് വീണ്ടും 11ലേക്ക് കുതിച്ചു. 9 നിന്നിരുന്നു, ഇന്നലെ 9 നിന്നിരുന്നു, ഇന്ന് 11ലേക്ക് കുതിച്ചു. അപ്പോൾ ഇത് ഈ 2 ദിവസം പൂട്ടിയതിൻ്റെ ഒരു ഇമ്പാക്റ്റാണോ അതോ ഈ റിലാക്സ് ചെയ്ത് വരുമ്പോൾ താഴോട്ട് 10ലോട്ടും 9ലോട്ടും ഒക്കെ പോയിക്കൊണ്ടിരുന്ന ഈ നിങ്ങളുടെ ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ്, ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു സ്വാഭാവികമായ ഒരു അബദ്ധമാണ്. അപ്പോൾ ആ അബദ്ധം നിങ്ങളിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് പറഞ്ഞില്ലേ, ഇറ്റ് ഈസ് ചീറ്റിംഗ് പീപ്പിൾ. അതുപോലെ എല്ലാ സംസ്ഥാനങ്ങളും ഇത് ചീറ്റിംഗ് ആണ് എന്നറിഞ്ഞുകൊണ്ടാണ് പതുക്കെ അതിൽ നിന്ന് പിൻവാങ്ങിയത്. എന്നിട്ട് നമ്മുടെ ഭരണാധികാരികൾക്ക് ഇത് ചീറ്റിംഗ് ആണ് എന്നുള്ളൊരു ബോധം ഉണ്ടായിരുന്നിട്ട് പോലും കേരളത്തിലെ ജനങ്ങൾ ഇത് സഹിച്ചുകൊള്ളും എന്നുള്ളതിൻ്റെ ഒരടിസ്ഥാനത്തിലാകാം ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം അനുമാനിക്കേണ്ടത്. അതാണിപ്പോൾ ഇവിടുത്തെ പൊതുവായിട്ടുള്ള ഒരു സ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞില്ലേ ഇങ്ങനെ ഈ വീണ്ടും കുതിക്കുകയാണ്. പിന്നെ അദ്ദേഹം ഒരു വലിയൊരു മുന്നറിയിപ്പ് കൂടെ നൽകി, ഈ മൂന്നാമൻ ഉടനെ പ്രത്യക്ഷമാകും എന്നുള്ളത്. എവിടെ നിന്നാണ് അദ്ദേഹത്തിന് ഇന്നലെ ഈ ഒരു വിളി ഉണ്ടായതെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമ്മളെല്ലാം വളരെ ജാഗരൂകരായിരിക്കണം. ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ഞാൻ വളരെ കഷ്ടപ്പെട്ട് 11ലേക്ക് ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. 2 ദിവസം അടച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് 11ലേക്ക് ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങളെല്ലാവരും സൂക്ഷിച്ചൊക്കെ ജീവിച്ചോളണം എന്ന് പറയുന്നൊരു മുന്നറിയിപ്പ് നൽകി. പിന്നെ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ചില പ്രത്യേക കാര്യങ്ങളുണ്ട്. ഈ കള്ളക്കടത്തും മറ്റുമായിട്ടുള്ള ബന്ധങ്ങൾ, അതിനെപ്പറ്റിയൊക്കെ അദ്ദേഹം വിശദീകരിച്ചു. അതിൽ പ്രത്യേകിച്ച് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. കാരണം വെച്ചാൽ നമ്മുടെ ഒരു എക്കോണമിയുടെ തീമുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഭവമാണ് അതെന്നുള്ളത് കൊണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ ഇദ്ദേഹം ഇന്നലെ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ എനിക്ക് ന്യായമായും ഒരു സംശയം ഉണ്ടാകുന്നുണ്ട്. ഇത് ഒരു റെംഡെസിവിർ ഫേസ് കഴിഞ്ഞു. ഇന്നത്തെ വർത്തമാനപത്രം നോക്കുമ്പോഴത്തേക്ക് പഴയതുപോലെ ഒരു വീട്ടിലെ ഇരട്ടകൾ ഈ രോഗം ഭേദമായി വീട്ടിൽ പോയതിന് ശേഷം മരിച്ചു. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം അങ്ങനെയാണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞ് വീട്ടിലോട്ട് പറഞ്ഞു വിടുന്നവരെല്ലാം വീട്ടിൽ ചെന്നുടനെ തന്നെ മരിക്കുന്നുണ്ട്. അത് അത്രത്തോളം എത്ര കേസുകളുണ്ട് എന്ന് ഈ മുഖ്യമന്ത്രി പറയണം. വൈകുന്നേരം വന്നിരുന്നിട്ട് ഈ പറഞ്ഞില്ലേ, നമ്മുടെ ഇതുവരെയുള്ള ചികിത്സയിൽ വന്നിട്ടുള്ള വ്യതിയാനങ്ങൾ എന്തൊക്കെയാണ്, 2ാം സ്റ്റേജിൽ വന്നിട്ടുണ്ട്. ഈ വെറുതെ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് എന്ന് പറഞ്ഞിട്ട് പോയാൽ പോരാ, ഈ മരണത്തിൻ്റെ സ്വഭാവത്തിൽ വന്നിരിക്കുന്ന, അതായത് ആദ്യഘട്ടങ്ങളിലൊന്നും അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് ഒരാൾക്ക് വരികയാണെങ്കിൽ അയാളെ ക്വാറന്റൈനിൽ അല്ലെങ്കിൽ ആശുപത്രിയിൽ കൊണ്ടുവരുന്നു, അയാളുടെ കൂടെ ആരെങ്കിലും ഒരു ഫാമിലി മൊത്തം പോകുന്നു, അവരെല്ലാവരും രോഗവിമോചിതരായി പോകുന്നു. ഇപ്പോൾ ഇവരെല്ലാവരും രോഗമുക്തരായി പോയതിന് ശേഷം വീട്ടിൽ ചെന്നിട്ട് മരണമടയുന്നു. ഇത് അന്നും അപൂർവമായി സംഭവിച്ചിരുന്നൊരു കാര്യമാണ്. പക്ഷേ അത് ഒറ്റയ്ക്കാണ്. ഇപ്പോൾ ഇതൊരു ഫാമിലി റിലേറ്റീവ്സ് അത് ആ തരത്തിൽ മരണമടയുന്നതെങ്കിൽ അത് നിങ്ങൾ ഈ പറഞ്ഞില്ലേ, അസിംറ്റമാറ്റിക് ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു അശാസ്ത്രീയമായ പ്രയോഗം അവരുടെ മേൽ നടത്തി അവരെ നിങ്ങൾ രോഗികളായി കൊണ്ടുവന്നിട്ട് കോവിഡിൻ്റെ റെംഡെസിവിറോ കോർട്ടിസ്റ്റീറോയിഡോ കൊടുത്ത് ആവശ്യമില്ലാതെ ഉപദ്രവിച്ചതിൻ്റെ പേരിൽ അതിൻ്റെ പ്രത്യാഘാതം എന്ന നിലയിലാണ് ഇവർ വീട്ടിൽ പോയി മരിക്കുന്നത് എന്ന് സ്വാഭാവികമായി മനസ്സിലാക്കുന്നത്. ഒരു കാരണം ഉണ്ടാവണമല്ലോ. കഴിഞ്ഞ കാലത്തു നിന്ന് വ്യത്യസ്തമായി ചിലത് സംഭവിക്കുന്നുവെങ്കിൽ അതിന് കാരണമുണ്ടാകണം. അത് ഡെൽറ്റ പ്ലസ് എന്ന് പറയുന്നത് ഒരു വീട്ടിൽ നിന്നുള്ള 2 പേര് തന്നെ മരിക്കണമെന്ന് ഡെൽറ്റ പ്ലസിന് നിർബന്ധമൊന്നും ഉണ്ടാകില്ല. ഡെൽറ്റ പ്ലസ് എന്ന് പറയുന്നതിനകത്തൊന്നും യാതൊരു കാര്യമില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു 7-8 ഈ ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ മുമ്പ് പ്രത്യക്ഷപ്പെട്ടപ്പോഴത്തേക്ക് താടിയും മുടിയും ഒക്കെ വളർത്തി വേറൊരു
വേഷമായിട്ട് നിന്നത്. ഇപ്പോൾ എൻ്റെ ഈ മുഖം വേണമെങ്കിൽ അതിൻ്റെ ഒരു ജനിതക ഭേദമാണെന്ന് പറയാം. ഈ SARS-CoV-2 എന്ന് പറയുന്നത് SARS-CoV ആദ്യത്തെ SARS-CoV-യുടെ തന്നെ ഒരു രൂപമാണ്. അതിൽ പിന്നെ ഉണ്ടാകുന്ന വകഭേദങ്ങളെക്കുറിച്ചൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ Δ+ഉം Δ2 ഒക്കെ വന്നിട്ട് ഒരു അത്ഭുതമൊന്നും ഇവിടെ ഉണ്ടാകുന്നില്ല, അതുകൊണ്ടൊന്നും സംഭവിക്കുന്നൊന്നുമല്ല. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടാം ഘട്ടത്തിൽ, ആദ്യ ഘട്ടത്തിൽ നിങ്ങൾ പറഞ്ഞു ദർ ഇസ് നോ മെഡിക്കേഷൻ ഫോർ വൈറൽ ഡിസീസ് എന്ന കാര്യത്തിൽ FADയും WHO-യും CDCയും എല്ലാം ഉറച്ചു നിൽക്കുകയായിരുന്നു. ആൻഡ് യു കനോട്ട് ടച്ച് ആൻറ്റിബയോട്ടിക്സ് എടുക്കാനേ പാടില്ല. ഇതായിരുന്നു ആദ്യഘട്ടത്തിൽ നിങ്ങളുടെ നിലപാട്. പക്ഷേ ആൻറ്റിബയോട്ടിക്സ് ഈ ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള ഡോക്ടർമാർ പ്രയോഗിക്കുകയും അതുകൊണ്ട് ഒരുപാട് പേരെ രക്ഷിക്കുകയും ചെയ്തു. നിങ്ങൾ ആവശ്യമില്ല പിടിച്ചുകൊണ്ട് പോയവർക്ക് അല്ല മറ്റു രോഗങ്ങളുള്ളവർക്ക് എല്ലാം അവർ വേണ്ടത്ര ശുശ്രൂഷ നൽകി. പക്ഷേ രണ്ടാം ഘട്ടത്തിലെത്തിയപ്പോഴാണ് നിങ്ങൾ ഇതിൻ്റെ മരുന്ന് കണ്ടുപിടിച്ചു. റെംഡെസിവിർ ആദ്യം വേണ്ടാന്ന് പറഞ്ഞ റെംഡെസിവിർ WHO ഇത് ആളുകൾക്ക് കൊടുക്കരുതെന്ന് പറയുമ്പോഴും അതിനെ വയലേറ്റ് ചെയ്തുകൊണ്ട് റെംഡെസിവിർ കൊടുത്തു. കോർട്ടിസ്റ്റെറോയിഡ് കൊടുത്തു. അതിൽ 40,000 പേർക്ക് ബ്ലാക്ക് ഫംഗസ് വന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഈ ചികിത്സാക്രമത്തിൽ വന്ന വ്യത്യാസം നമ്മളെ വളരെ പ്രതികൂലമായി ബാധിക്കുകയും പുതിയ രോഗങ്ങളുണ്ടായി വരും. പുതിയ രോഗമല്ല, ഒരു പഴയ രോഗം തന്നെ പുതിയ രൂപത്തിൽ ഇതുമായിട്ട് കോവിഡ് അനുബന്ധം എന്ന രീതിയിൽ ആവർത്തിക്കപ്പെടുകയും ചെയ്തു. ഇപ്പോൾ കോവിഡ് ചികിത്സ കഴിഞ്ഞവർ മരിക്കുന്നു. വാക്സിനേഷൻ കഴിഞ്ഞ് ഒരു മരിക്കുന്നത് വാക്സിനേഷൻ കൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല. ഇത് കോവിഡ് ആനന്തര ജീവിതത്തിൽ കോവിഡ് നിന്ന് വിമുക്തരാക്കപ്പെട്ട 2 പേരാണ് ഇപ്പോൾ മരിച്ചത്. ഇന്നലെയും മിനയാന്നും അങ്ങനെ മരിച്ചിരുന്നു. തുടർച്ചയായി അങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് മറുപടി പറയാൻ ബാധ്യസ്ഥരായ ആൾക്കാരുണ്ട്. അതിനൊന്നും മറുപടി പറയാതെ ഇദ്ദേഹം വന്നിരുന്നിട്ട് മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പോകുന്നത് ഭംഗിയായ ഒരു കാര്യമല്ല. ഇതിലേറ്റവും ആപൽക്കരമായിട്ടുള്ളതെന്ന് പറയുന്നത് ഈ മനുഷ്യൻ, അതായത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു കാരണവശാലും വിശ്വസിക്കാൻ യോഗ്യതയില്ലാത്തത് എന്ന് തെളിയിക്കപ്പെട്ട ഈ മുഖ്യമന്ത്രി, അദ്ദേഹം ഇനിയിപ്പോൾ ഒരു 3ാം തരംഗം ഉണ്ടാകും എന്ന് പറയുമ്പോൾ അതിൻ്റെ അടിസ്ഥാന കാരണം എന്താണ്? ഇപ്പോൾ 2ാം തരംഗം ഉണ്ടായത് ഈ പറഞ്ഞില്ലേ, ചികിത്സാക്രമത്തിൽ വന്നൊരു മാറ്റമാണ്. മെഡിക്കേഷൻ ഇല്ലെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് സോഷ്യൽ വാക്സിനേഷൻ മതിയെന്ന് പറഞ്ഞു. നമ്മളെല്ലാം സോഷ്യൽ വാക്സിനേഷൻ്റെ കെട്ടും പൂട്ടുമായിട്ട് ലോക്ക്ഡൗണിൻ്റെ ദുരിതങ്ങളുമായിട്ട് ഒരു വല്ലാത്തൊരു ജനതയായിട്ട് മാറി. സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് പറയുന്നൊരു അക്രമത്തിലൂടെ സാമൂഹ്യ ജീവിതത്തെ ശിഥിലമാക്കി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 2ാം വരവ് എന്ന് പറയുന്നത് റെംഡെസിവിറും കോർട്ടിസ്റ്റെറോയിഡ്സും കൊടുക്കുമ്പോഴാണ് ഇത് കുറച്ചുകൂടി ഒരു ഭ്രാന്തമായ അവസ്ഥയിലെത്തുകയും ഈ ഓക്സിജൻ്റെ വലിയ ആവശ്യങ്ങളുണ്ടാകുകയും ഓക്സിജൻ്റെ വലിയ ആവശ്യങ്ങളുണ്ടാകുമ്പോഴത്തേക്ക് അത് വളരെ കൃത്രിമമായൊരു സൃഷ്ടിയായിരുന്നു എന്നാണ് ഇപ്പോൾ കെജ്രിവാളിനെക്കുറിച്ചുള്ള ആക്ഷേപം. അനാവശ്യമായൊരു വിഭ്രാന്തി ഉണ്ടാക്കുകയാണ്. പലയിടത്തും ആളുടെ ഓക്സിജൻ കിട്ടാതെയല്ല മരിച്ചത്, മറ്റു കാരണങ്ങളാലാണ് മരിച്ചത്. അത് ഓക്സിജൻ കിട്ടാതെയുള്ള മരണമാണെന്ന് രേഖപ്പെടുത്തി ഒരു വിഭ്രാമകമായ സിറ്റുവേഷനായിരുന്നു. അത് ഈ റെംഡെസിവിറിൽ നിന്ന് തന്നെ ഓക്സിജൻ ഡെഫിഷ്യൻസി വരാം. അതേസമയം ഈ ഓക്സിജൻ ഡെഫിഷ്യൻസി വരുന്ന ആ ഒരു സ്റ്റേജിൽ റെംഡെസിവിറാണ് കൊടുക്കേണ്ടത് എന്നൊരു സിദ്ധാന്തം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ തരത്തിൽ 2ാം സ്റ്റേജിൽ ഒരുപാട് അക്രമങ്ങളും അതിക്രമങ്ങളും നമ്മുടെ പറഞ്ഞില്ലേ, യാതൊരു തരത്തിലും ശാസ്ത്രീയമായി തെളിയിക്കപ്പെടാത്ത WHO നമ്മൾ ഒന്നും പറഞ്ഞില്ലെങ്കിലും WHO എന്ന് പറയുന്ന ഒരു മേൽക്കൂര നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ആ മേൽക്കൂരയിൽ നിന്ന് പുറപ്പെടുന്ന ഗർജനങ്ങളാണല്ലോ നമ്മൾ അനുസരിക്കുന്നത്. അപ്പോൾ WHO-യുടെ അനുബന്ധങ്ങൾ എന്ത് പറഞ്ഞാലും FAD എന്ത് പറഞ്ഞാലും ഇത് കൊടുക്കാൻ പാടില്ല എന്ന് കർശനമായിട്ട് ഈ WHO പറയുമ്പോൾ അത് തന്നെ നമ്മൾ കൊടുത്തു. അങ്ങനെ നമുക്കൊരു സെക്കൻഡ് വേവ് ഉണ്ടായി. ഇപ്പോൾ തേർഡ് വേവ് ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ന്യായമായിട്ട് സംശയിക്കേണ്ടത്, ഇന്നിപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ എഡിറ്റോറിയൽ പേജിൽ 2 വിദഗ്ധ ഡോക്ടർമാർ കൂടി ഒരു മുഴുനീള പ്രബന്ധം എഴുതിയിട്ടുണ്ട്. അത് ഈ ഇൻവെക്റ്റിമിൻ എന്ന് പറയുന്ന ഒരു മരുന്നിൻ്റെ അപാരമായ സാധ്യതകളെ കുറിച്ചും മറ്റുമൊക്കെ വിവരിച്ചുകൊണ്ടാണ് അവരെഴുതിയിരിക്കുന്നത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തേർഡ് വേവിന് ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല. Even we do not have a vaccine, and then if you have this medication
ഇൻവെക്റ്റിമിൻ എന്നാണ് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ എഡിറ്റോറിയൽ ആർട്ടിക്കിളാണ്. ആ ആർട്ടിക്കിൾ നിറച്ചും എവിടെയൊക്കെയാണ് ഇൻവെക്റ്റിമിൻ കൊടുത്തിട്ടുള്ളത്, അവിടെയൊക്കെ എങ്ങനെയാണ് കോവിഡ് ഇല്ലാതായി തീർന്നത്, കോവിഡ് വാസ് വൈപ്ഡ് ഔട്ട് വിത്ത് ഇൻവെക്റ്റിമിൻ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത് ഇവരിങ്ങനെ എഴുതുമ്പോൾ ഇതേ സമയം തന്നെ ഇൻവെക്റ്റിമിൻ എന്ന് പറയുന്നത് കൊടുക്കരുത് എന്ന് WHO മാത്രമല്ല മറ്റൊരു WHO FADയും തമ്മിലൊരു ഡിസ്പ്യൂട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ WHO FADയും തമ്മിൽ ഇക്കാര്യത്തിൽ ഡിസ്പ്യൂട്ടില്ല. അവർ പറയുന്നത് പാരസറ്റിക് ഈ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോഴത്തേക്ക് കൊടുക്കുന്ന ഒരു മരുന്നാണ്, അതിന് കൊടുക്കരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാരസൈറ്റ് എന്നുള്ള തരത്തിലല്ല നമ്മൾ വൈറസിനെ കാണുന്നത്, അത് വൈറലായിട്ടുള്ള ഡിസീസിന് കൊടുക്കേണ്ടുന്ന മരുന്നല്ല എന്ന് FADയും കൂടെ പറയുന്നുണ്ട്. റെംഡെസിവിർ കൊടുക്കണമെന്ന് പറഞ്ഞ് FADയുടെ ഇന്നത്തെ പൊസിഷൻ ഇതാണ്. നാളെ ഇതല്ലെന്ന് ഇത് തന്നെ ആയിരിക്കണമെന്ന് ഉറപ്പില്ല. അപ്പോൾ ഇനി ഒരു തേർഡ് വേവിൻ്റെ വരവറിയിച്ചുകൊണ്ടാണോ ഈ ഇൻവെക്റ്റിമിൻ സർവ്വരോഗ സംഹാരിയാണ് എന്ന് പറയുന്ന സുദീർഘമായൊരു പ്രബന്ധം വന്നിരിക്കുന്നത് നമ്മൾ ഇപ്പോഴേ കരുതിയിരിക്കണം. അടുത്തത് ഈ പ്രയോഗത്തിലൂടെ ആയിരിക്കും ഒരു അവർ പറയുന്നത്, ഇപ്പോൾ WHO FADയും പറയുന്നത് ഇത് പന്നികൾക്കും കന്നുകാലികൾക്കും മൃഗങ്ങൾക്കുമൊക്കെ കൊടുക്കുന്ന മരുന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പക്ഷേ FAD വിചാരിച്ച് കാണും അത് കൊടുക്കുന്നതാണെങ്കിൽ ഇന്ത്യക്കാർക്കും കൊടുക്കാം എന്ന് സ്വാഭാവികമായിട്ടും വിചാരിച്ചുകൂടാകുകയില്ല. കാര്യം ഇതുവരെ നമ്മളെ ട്രീറ്റ് ചെയ്ത് അങ്ങനെ ആയിരുന്നു. അപ്പോൾ ഈ മൃഗങ്ങൾക്ക് കൊടുക്കുന്നതാണ്, അതുകൊണ്ട് US ആൾക്കാർ കൊടുക്കരുത് എന്നൊരു നിലപാട് അവരെടുത്തേക്കാം. പക്ഷേ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ അത് കൊടുക്കാമെന്ന് അവർ ഒരു നിലപാടെടുത്തേക്കാം. അത് പണ്ട് ഈ ഡോക്ടർ ജോൺസൺ ഒരു ഇംഗ്ലീഷ് ദുരഭിമാനത്തിൻ്റെ വക്താവാണ്. അദ്ദേഹം ഈ ഓട്സിന് ഇപ്പോൾ പറഞ്ഞില്ല, നമ്മൾ കേക്കർ ഓട്സ് എന്ന് പറയുന്ന ഓട്സിനെ റെക്കമെൻഡ് ചെയ്ത് കൈക്കൂലി വാങ്ങിച്ചതിൻ്റെ പേരിലാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്ന് പറയുന്ന ഡോക്ടർമാരുടെ സംഘടനയുടെ നേതാവിനെ ഈ സെൻട്രൽ ഗവൺമെൻറ് റിപ്രമാൻഡ് ചെയ്തത്. ഇപ്പോൾ ഓട്സ് വളരെ നമുക്ക് സ്വീകാര്യമായൊരു ഭക്ഷണമാണ്. പക്ഷെ ഒരു കാലത്ത് ഓട്സിനെ പുച്ഛിച്ചിരുന്നു ഇംഗ്ലീഷുകാർ. അതായത് ഇറ്റ് ഈസ് സംതിങ് ഗിവൻ ടു ഹോഴ്സസ് ഇൻ ഇംഗ്ലണ്ട് ബട്ട് എ ഫുഡ് സബ്സ്റ്റൻസ് ദാറ്റ് സസ്റ്റെയിൻസ് ഹ്യൂമൻസ് ഇൻ സ്കോട്ട്ലൻഡ്. അതായത് അവിടെ ഇംഗ്ലണ്ടിൽ കുതിരകൾക്ക് കൊടുക്കുന്ന ഒരു സാധനമാണ് ഓട്സ്. പക്ഷേ ഈ സ്കോട്ട്ലൻഡിലെ ജനങ്ങളുടെ ജീവൻ നിലനിർത്തുന്നത് ഈ ഭക്ഷണമാണ് എന്ന് ഇംഗ്ലീഷുകാരനായ ഡോക്ടർ ജോൺസൺ പരിഹാസത്തോടെ പറയുമായിരുന്നു. അതുപോലെ അത് അദ്ദേഹത്തിൻ്റെ ദുരഭിമാനത്തിൻ്റെ പ്രശ്നം മാത്രമാണ്, ഓട്സിൻ്റെ തകരാറുമല്ല, അത് ജോൺസൻ്റെ തകരാറാണ്. അപ്പോൾ ഇവിടെ ഈ ഇൻവെക്റ്റിമിൻ വരുന്നു എന്ന് പറയുമ്പോൾ അത് ഈ നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ഈ പട്ടികളും പന്നികളും പോലെയുള്ള ഒരു ജനസമൂഹമാണ് എന്ന് US കരുതുന്നുവെങ്കിൽ നാളെ FAD പറഞ്ഞുകൂടാന്നില്ല. ഒരു തേർഡ് വേവിൻ്റെ ഈ തള്ളിക്കയറ്റത്തിന് കാരണമായിട്ട് എന്തെങ്കിലും ചികിത്സാക്രമത്തിലൊരു മാറ്റം ഉണ്ടാകണം. തീർച്ചയായിട്ടും മാറ്റം ഉണ്ടായാലേ അങ്ങനെ ഒരു തേർഡ് വേവ് വരൂ. അല്ല വെറുതെ അങ്ങനെ ഈ തോന്നുമ്പോഴത്തേക്ക് ഈ വൈറസിനൊന്ന് വന്നിട്ട് പോയാലെന്ത്, ഒരു വിസിറ്റ് നടത്തിയിട്ട് പോയാലെന്ത് എന്ന് പറഞ്ഞ് ഒരു ഒക്കേഷണലായിട്ട് വന്ന് ഈ ലോകമാസകലം ഒന്ന് പടർന്നിട്ട് ഒന്ന് പേടിപ്പിച്ചിട്ട് പോകുന്നൊന്നുമല്ല. ഇത് പറഞ്ഞില്ലേ, ഒരു വൈറൽ ഡിസീസ് വരുമ്പോൾ അതിനെ എങ്ങനെയാണ് നമ്മൾ നേരിടുന്നത്, അതിൻ്റെ ഭാഗത്തുനിന്ന് WHO ഭാഗത്തുനിന്നും FADയുടെ ഭാഗത്തുനിന്നും CDCയുടെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായിട്ടുള്ള ഈ പറഞ്ഞില്ലേ മാനിപ്പുലേഷൻസ് എന്ന് പറയുന്നത് മനുഷ്യരാശിക്ക് പൊറുക്കാനാവാത്ത തെറ്റുകളാണ് അവർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഇൻവെക്റ്റിമിൻ എന്ന് പറയുന്ന ഈ ഡ്രഗിനെ കുറിച്ച് നടക്കുന്ന ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത്. ഇത് പട്ടികൾക്കും പന്നികൾക്കും കന്നുകാലികൾക്കും കൊടുക്കേണ്ട മരുന്നാണ് എന്ന് FAD പറയുമ്പോൾ അതല്ല, അതാണ് സർവ്വരോഗ സംഹാരി എന്ന് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ 2 ഇന്ത്യൻ ഡോക്ടർമാർ കൂടി എഴുതിയ ഒരു പ്രബന്ധത്തിൽ പറയുന്നുണ്ട്. ഈ തരത്തിലുള്ള ഡിസ്പ്യൂട്ട് വളരുമ്പോൾ നാളെ ഇനി ഇതിൻ്റെ ഒരു പരീക്ഷണത്തിലൂടെ ഒരു 3ാം വേവ് കൂടെ ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കാലം കൂടെ ലോക്ക്ഡൗണും കള്ളക്കടത്തും ഒക്കെ നടത്തിക്കൊണ്ട് പോകാം എന്ന് നമ്മുടെ ഭരണാധികാരി നിശ്ചയിച്ചാൽ അതിൽ അത്ഭുതപ്പെടാനില്ല. അതാണ് എനിക്ക് പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ കോവിഡിനെ പറ്റി പറയുമ്പോഴത്തേക്ക് കോവിഡിൻ്റെ കാര്യത്തിൽ ഈ തരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്. പീപ്പിൾ ഷുഡ് നോ ഇറ്റ്. ജനങ്ങൾ അറിയണം വിജയായത് എന്തൊക്കെയാണ് ചികിത്സാക്രമങ്ങളിൽ വരുന്ന മാറ്റം.
ആദ്യഘട്ടത്തിൽ നിന്ന് രണ്ടാം ഘട്ടത്തിൽ വന്ന ചികിത്സാക്രമത്തിലെ പ്രധാനപ്പെട്ട മാറ്റം എന്താണെന്ന് നിങ്ങൾ ഇത്രയും കാലം പ്രസ് കോൺഫറൻസ് നടത്തിയിട്ട് ജനങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഒരു ഉത്തരവാദിത്വമുള്ള ഭരണാധികാരിയാണെങ്കിൽ ഈ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ലോകമുണ്ട്. അതെന്ന് പറയുന്നത് ശരിക്കും അമാന്യമായ ഒരുപാട് ദുരൂഹമായ ഒരു പ്രവർത്തനങ്ങളുടെ പരിസരം ഉള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നിങ്ങൾ ജനങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു സ്വരൂപം എന്നുള്ള നിലയിൽ ഒരു പബ്ലിക് റിലേഷൻസ് പ്രവർത്തനത്തിലൂടെ സ്വന്തം ബിംബം വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരാളെന്ന നിലയിൽ നിങ്ങൾ ജനങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട് എങ്കിലും ഒരു ഭരണാധികാരി എന്ന നിലയിൽ നിങ്ങൾക്ക് ചില പ്രാഥമിക മര്യാദകളുണ്ട്. കാരണം എന്ന് വെച്ചാൽ നിങ്ങളാണ് പറഞ്ഞത് ഇതൊരു മഹാമാരിയാണ്. നിങ്ങൾ മഹാമാരി എന്ന് പറഞ്ഞു. മഹാമാരിക്ക് വേണ്ടിയുള്ള പ്രതിരോധങ്ങളിൽ ജനങ്ങൾ സഹകരിച്ചു, പരമാവധി സഹകരിച്ചു. അതിനുശേഷം ഒരു റിപ്രസീവ് മെത്തേഡ്സിലൂടെ ഇപ്പോഴും നിങ്ങൾ ജനങ്ങളെ അങ്ങനെ ക്രൂരമായി ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ജനജീവിതത്തെ വല്ലാതെ സാഹസികമായി ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. അങ്ങനെ ഉള്ള നിങ്ങൾ ഒരു രണ്ടാം ഘട്ടത്തിൽ ഇതിൻ്റെ മെഡിക്കേഷനിൽ അടിസ്ഥാനപരമായ ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നുവെന്നും ഇന്നലെ വരെ ഈ പറഞ്ഞ യാതൊരു കാരണവശാലും ആൻറ്റിബയോട്ടിക്സ് കൊടുക്കാൻ പാടില്ല എന്നും ഈ വൈറൽ ഡിസീസിന് റെംഡിസിവിർ പാടില്ല എന്നും ഹൈഡ്രോക്സോക്ലോറിൻ പാടില്ല എന്നും ഒക്കെ വിധിച്ച നിങ്ങളെ ആ തരത്തിൽ വ്യാപകമായി റെംഡിസിവിറും കോർട്ടിസ്റ്റെറോയിഡും കൊടുക്കുന്ന ഒരു ഇഷ്യൂ ഇന്ത്യയിലുണ്ടായെന്നും അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലും അത് കടന്നു വന്നുവെന്നും അതിൻ്റെ ഭാഗമായിട്ട് ചില മരണങ്ങൾ പോലും സംഭവിച്ചിട്ടുണ്ടോ എന്നുമുള്ള ഒരവസ്ഥ ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കാൻ ബാധ്യസ്ഥനാണ്. നിങ്ങൾ ജനങ്ങളിൽ നിന്നത് മറച്ചു വയ്ക്കുകയാണ്. മറച്ചു വച്ചിട്ട് ഇനി ഒരു ഭൂതം വരാനിരിക്കുന്നു. ഭൂതം വരുമെങ്കിൽ അതിന് ഈ ചികിത്സാക്രമത്തിൽ വരുന്ന എന്തെങ്കിലും മാറ്റങ്ങളും അതിന് കാരണമായിട്ടുണ്ടാകും. ഒരുപക്ഷെ ഈ പറയുന്ന ഇൻവെക്റ്റിമിൻ എന്ന് പറയുന്ന മരുന്ന് ഫലപ്രദമായിരിക്കാം, അല്ലായിരിക്കാം. അത് പറയാൻ ഞാനാളല്ല. അത് ഇവിടെ പറയേണ്ടത് ഇവിടുത്തെ വൈദ്യശാസ്ത്രജ്ഞന്മാരാണ്. ലോകത്തിൻ്റെ വൈദ്യശാസ്ത്ര വിദഗ്ധന്മാർ എന്ന് പറയുന്ന 2 കൂടാരങ്ങൾ പറയുന്നു ഇത് കൊടുക്കാൻ പാടില്ല എന്ന്. എന്നിട്ട് നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു ദേശീയ പത്രത്തിൻ്റെ എഡിറ്റോറിയൽ ആർട്ടിക്കിളായിട്ട് വളരെ വിശദമായിട്ട് ഇൻവെക്റ്റിമിൻ എന്തുകൊണ്ടാണ് ഇതിനെ പാടേ ഇല്ലാതാക്കി തീർക്കുന്നതെന്നും അത് വരെയാണെങ്കിൽ നമുക്കൊരു തേർഡ് വേവ് ഉണ്ടാകുകയില്ല എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലേതാണ് വസ്തുത എന്ന് നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ നിങ്ങളിത് ഉണ്ടാകും എന്ന് പറയാനുള്ള അടിസ്ഥാന കാരണം എന്താണെന്ന് പറയും. ഇതവർ ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. ഇത് കൊടുത്താൽ ഉണ്ടാകുകയില്ല എന്നാണ് അവർ പറയുന്നത്. അവർ പറയുന്നതിന് അവരുടേതായിട്ടുള്ള റീസൺസ്, അതിൻ്റെ സാഹചര്യങ്ങൾ അവർ കോട്ട് ചെയ്യുന്നുണ്ട്. അത് FADയെക്കാളും റിലയബിൾ ആണെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഇത് കൊടുത്താലാണ് ഇനി ഒരു 3ാം വേവ് വരുന്നോ എന്നൊരു സംശയവും നമുക്കുണ്ട്. അപ്പോൾ അത് വിശദീകരിക്കാനും അതിനെപ്പറ്റി പഠിച്ച് അഭിപ്രായം പറയാനും ഒക്കെ ഉള്ള ഒരു സംവിധാനം നമ്മുടെ ഈ ആരോഗ്യ വകുപ്പിന് ഉണ്ടാകണം. നമുക്ക് വീണോ ജോർജ് എന്ന് പറഞ്ഞ ഒരു മിനിസ്റ്ററുണ്ട്. ആ മിനിസ്റ്ററോടാണ് ഈ ചോദിക്കുന്നത്. അല്ലാതെ ഈ പറഞ്ഞില്ലേ മന്ത്രി കിരീടം അണിഞ്ഞിരിക്കുന്ന ഞാനാണ് ഏറ്റവും വലിയവൻ എന്ന് തെളിയിക്കാൻ വേണ്ടി പ്രസ് കോൺഫറൻസ് നടത്തുന്ന വിദ്വാൻ ഇതിനെപ്പറ്റി യാതൊന്നും അറിഞ്ഞൂടാ. സമ്പൂർണ്ണമായിട്ട് ഈ കാര്യങ്ങളിൽ നിരക്ഷരനാണ്. അദ്ദേഹം ഇങ്ങനെ ഓരോ പ്രഖ്യാപനങ്ങൾ നടത്തുകയും എവിടെയൊക്കെ ആളുകളെ കമ്പാർട്ട്മെൻറ്റുകളായിട്ട് തിരിച്ച് പീഡിപ്പിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ നടത്തുകയും എന്നിട്ടും TPR മുന്നോട്ട് പോകും. TPR ഇന്ത്യയിൽ ഇങ്ങനെ താഴോട്ട് വരികയാണ്. താഴോട്ട് വന്നത്ര 2-3% വരെയൊക്കെ എത്തിക്കഴിഞ്ഞ് TPR. അപ്പോഴാണ് ഇവിടെ 11%-ലെത്തുന്നത്. മരിച്ചവരുടെ എണ്ണം ഇപ്പോൾ 900-800 ഇടയ്ക്കാവുന്നു ഇന്ത്യയിൽ ആകെ മരിച്ചവർ. അപ്പോഴാണ് നമ്മുടെ മരിച്ചവരുടെ 100-120 അല്ലെങ്കിൽ 100-120 ഇടയ്ക്ക് നിൽക്കുന്നത്. ആ തരത്തിൽ കേരളത്തിൽ മാത്രമായി ഇതിങ്ങനെ സബ്സിസ്റ്റ് ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ റീറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ആ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന പോലെ ആ സസ്റ്റൈനബിൾ കോവിഡ് എന്ന് പറയുന്നൊരു കോവിഡ് ഇവിടെ ഉണ്ടോ? അത് എന്തായാലും ഒരു ലജ്ജാശൂന്യനായൊരു ഭരണാധികാരിക്ക് മാത്രമേ എൻ്റെ സംസ്ഥാനം എന്തുകൊണ്ട് ഇപ്പോഴും ഇതിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്നു, ജനാരോഗ്യ പ്രശ്നത്തിൽ കോവിഡിനെ നേരിടുന്ന കാര്യത്തിൽ എന്തുകൊണ്ട്
ഇപ്പോഴും പിന്നിട്ട് നിൽക്കുന്നു എന്നുള്ള വസ്തുത മറച്ചുകൊണ്ട് 1 മണിക്കൂർ അതിനെപ്പറ്റിയൊന്നും സംസാരിക്കാതെ ആളുകളുടെ മുമ്പിൽ പ്രസംഗിക്കണമെങ്കിൽ, നമ്മൾ പണ്ട് ഈ ഒരു മൃഗത്തിൻ്റെ തൊലിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഈ ചർമ്മകാഠിന്യം എന്നൊക്കെ പറയുമായിരുന്നു, അതൊക്കെ പോയി. ഇപ്പോൾ ചർമ്മം എന്ന് പറയുന്നതേ ഇല്ല. ചില ആക്ഷൻസ് കാണിക്കാൻ വേണ്ടി വൈകുന്നേരം ഒരു പ്രസ് കോൺഫറൻസ് നടത്തുന്നതിനേക്കാളും ആളുകളെ കൺവിൻസ് ചെയ്യിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് ഒരു മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വം. അതുകൊണ്ട് ഇത് ദുസ്സഹമായിട്ട് മാറുകയാണ്. ഇത് കോവിഡിനേക്കാളും മാരകമായ മറ്റൊരു ഉപദ്രവമായിട്ട് മാറുകയാണ്. കാരണങ്ങൾ പറയണം മിസ്റ്റർ. നിങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ ഇവിടുത്തെ ഭരണാധികാരി ആയിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്? വേറെ ഒന്നുമില്ല, കാരണം വേറൊന്നുമില്ല. അശാസ്ത്രീയമായ ഒരു ടെസ്റ്റ് നടത്തി നിങ്ങൾ ജനങ്ങളെ രോഗികളായി പ്രഖ്യാപിക്കുകയും രോഗികളുടെ എണ്ണം കൂട്ടുകയും രോഗികളല്ലാത്തവരെ രോഗികളാക്കിക്കൊണ്ട് അവർക്ക് കോവിഡിൻ്റെ ചികിത്സ നടത്തുകയും അങ്ങനെ മരണം സംഭവിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇതിൽ ഞാൻ ആരോപണമായിട്ട് ഉന്നയിച്ചിട്ടൊന്നും കാര്യമില്ല. ആരോപണമല്ല, ഇതൊരു വസ്തുതയാണ്. ഇതൊരു വസ്തുതയാണ്. ഈ വസ്തുത ചോദ്യം ചെയ്യാൻ ഇവിടെ ഒരു മാധ്യമ വീരനുമില്ല. ഇതൊക്കെ ഇവിടെ സ്ഥാപനങ്ങൾ പൊളിച്ചുകൊണ്ട് പോകുന്നതാണ് നല്ലത്. അതായത് പൊതുജനങ്ങളുടെ ഇടയിൽ, ജനങ്ങളുടെ ഇടയിൽ എന്തുകൊണ്ട് ഇതിവിടെ നിലനിൽക്കുന്നു എന്നൊരു ചോദ്യം ജനങ്ങൾ ചോദിക്കുന്നു. ഇവിടെ മാത്രമായി എന്തുകൊണ്ടിത് അവശേഷിക്കുന്നു എന്നൊരു ചോദ്യം ഈ കേരളത്തിലെ ഒരാളും ചോദിക്കുന്നില്ല എന്നാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ പറയുന്നത്. ജനങ്ങളുടെ നാവായിട്ട് വരുന്ന ആ മറ്റ് 3 തൂണുകളെയും മറികടന്ന് 4ാം തൂണായിട്ട് വരുന്ന ഒരു മാധ്യമവും ഒരക്ഷരവും മിണ്ടുന്നില്ല. അതാണ് നമ്മുടെ ഏറ്റവും ദയനീയമായ അവസ്ഥ. ചോദിക്കേണ്ടുന്ന ചോദ്യം അതാണ്, എന്തുകൊണ്ട് ഇപ്പോഴും കേരളത്തിൽ ഇത് റീറ്റെയിൻ ചെയ്യപ്പെടും? നിങ്ങൾ 1,25,000 ടെസ്റ്റ് ദിവസവും നടത്തുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ആൻ ഇൻഡിസ്ക്രിമിനേറ്റ് അൺസയൻറ്റിഫിക് ടെസ്റ്റ് ദാറ്റ് കനോട്ട് പ്രൂവ് എനി പോയിൻറ്റ്. അങ്ങനെയുള്ള ടെസ്റ്റുകൾ നടത്തി ജനങ്ങളെ വിവശരാക്കുകയും ആ തരത്തിൽ അന്ധമായിട്ടുള്ള ചില പദ്ധതികളുള്ള ജനങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ എന്തുകൊണ്ട് കേരളത്തിൽ മാത്രമായി ഇപ്പോൾ ഇത് ഒതുങ്ങുന്നു എന്നൊരു ചോദ്യം ചോദിക്കുക ഒരു പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല. പ്രതിപക്ഷമെങ്കിലും ചോദിക്കണം, എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം ഇത് സംഭവിക്കുന്നു? പറ്റില്ല. കാര്യം ദേ ഹാവ് ദി ഷെയർ. ഈ വിൽപ്പനകളുടെ കോവിഡ് കമ്പോളുമായി ബന്ധപ്പെട്ട് ടെസ്റ്റുകളുടെ വിൽപ്പനയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള വിൽപ്പനകളിൽ പങ്കുപറ്റിയവരാണ് പ്രതിപക്ഷം എന്നുള്ളത് കൊണ്ട്, അത് നടത്തുന്ന ഒരു മുഖ്യ കാർമ്മികനാണ് BJP എന്നുള്ളത് കൊണ്ട് BJPയും പ്രതിപക്ഷമൊന്നും അതിനെപ്പറ്റി മിണ്ടുകയില്ല. പക്ഷേ ജനങ്ങൾക്ക് അറിയേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം അതാണ്. എന്തുകൊണ്ട് ഇവിടെ മാത്രമായി ഇന്നലെയും ഈ നിങ്ങൾ പറയുന്ന ഈ ഒരു ഇതുണ്ടല്ലോ, നിങ്ങളുടെ ഒരു ക്രൈറ്റീരിയ, അതൊരു ക്രൈറ്റീരിയ അല്ല, അത് വേറെ കാര്യം. അൺസയൻറ്റിഫിക്, അത് അൺസ്ക്രൂപ്പുലസ് ആയിട്ട് നിങ്ങൾ ആളുകളുടെ മേൽ അടിച്ചേൽപ്പിച്ച ആ ക്രൈറ്റീരിയൻ എന്തുകൊണ്ടാണ് വീണ്ടും 11 ഉയർന്നു പോകുന്നത്? അതിനകത്ത് യാതൊരു ശാസ്ത്രീയതയും ഇല്ലാത്തത് കൊണ്ടാണ്. അതിനകത്ത് യാതൊരു മീനിങ്ങും ഇല്ല. അത് ഒരു ഫ്യൂട്ടൈൽ എക്സർസൈസ് ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ മനോരമ പത്രത്തിൽ ഈ ഒരുമാതിരി ഈ ചൊറി എന്ന് പറയുന്നൊരു സ്വഭാവം മനോരമ പത്രത്തിനെ വിട്ടുമാറുന്നില്ല. ഇന്നും അതിൽ ഫലിതം എന്ന പേരിൽ ഒരു പങ്ക്തി എഴുതുന്ന ഒരു വിദ്വാനുണ്ട്. അതെന്തൊരു ജന്മമാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. അദ്ദേഹം ജോസഫൈനെ വിടുന്ന മട്ടില്ല. ജോസഫൈൻ ഒരു അമ്മ കുഞ്ഞിനെ ശാസിക്കുന്ന പോലെയാണ്. നിങ്ങൾ ഉടനെ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ള വസ്തുതയാണ്. ഉടനെ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ ആ ദീർഘകാലം മുഴുവൻ അനുഭവിച്ചിട്ട് ഞാൻ ട്രോമയിലായിരുന്നു ഇത്രയും കാലം എന്ന് പറഞ്ഞതിനകത്ത് യാതൊരർത്ഥമില്ല. അതുകൊണ്ട് നിങ്ങൾ ഉടനെ റിയാക്ട് ചെയ്യണം എന്ന് പറഞ്ഞത് ഒരു അമ്മ കൊടുക്കുന്നൊരു ഉപദേശം പോലെയാണ് എന്ന് പറഞ്ഞപ്പോൾ അതിനെ അങ്ങോട്ട് എന്തോന്ന് കിടിയാണെന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ഈ മുലപ്പാലിൻ്റെ ഗുണവും അതിൻ്റെ അർത്ഥവും മാതൃത്വം എന്നുള്ളതിൻ്റെ മഹിമയും എന്തെന്നറിയാത്തവനാണ് ഒരമ്മയുടെ സ്വരത്തെ ഈ തരത്തിൽ ആക്ഷേപിക്കുന്നത്. അമ്മ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം
ഈ എഴുതുന്നവൻ്റെ അരികെ കൂടി പോയിട്ടില്ല. അമ്മ അവൻ അനുഭവിക്കാനാകുന്ന ഒരു വൈകാരികമായ ഒരു സംപ്രത്യവുമല്ല. അതുകൊണ്ടാണ് അവൻ ഇത്രയും ജീർണമായിട്ട് അതിനെ പറ്റി ഒരു പരിഹാസവുമായിട്ട്. ഇപ്പോൾ അമ്മ ആരെങ്കിലും പരിഹസിക്കും, ഞാനൊരു അമ്മയുടെ സ്ഥാനത്ത് നിന്നാണ് അത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 100% കറക്റ്റ്. നിങ്ങൾ സമയത്ത് മകളെ ശാസിക്കുമ്പോൾ നീ സമയത്ത് ചെയ്യേണ്ട ഗൃഹപാഠം നീ ചെയ്തില്ല, അതുകൊണ്ട് നീ പരീക്ഷയ്ക്ക് തോറ്റുപോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകളെ പീഡിപ്പിക്കുകയായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ സമയത്ത് നീ പോലീസിൽ കൊടുക്കേണ്ട കംപ്ലൈൻറ്റ് കൊടുക്കുന്നതിന് പകരം ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ അത് ഒരു അമ്മ പറയുന്ന ഒരു ശാസന രൂപത്തിലാണ് ഞാൻ പറഞ്ഞതെന്ന് ജോസഫൈൻ പറഞ്ഞു. അപ്പോൾ അമ്മ എന്തെന്നറിയുന്നവനല്ലേ ഇതറിയൂ. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. മനോരമയുടെ ആ വാഗ്വിലാസം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെന്തൊക്കെയോ വലിയ കാര്യമാണ്, ഇതൊക്കെ വായിച്ച ആൾക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു, ആളുകളങ്ങ് കൺവിൻസ്ഡായി പോകും എന്നുള്ള ഒരു തരത്തിലാണ് മനോരമ വീണ്ടും ഇത് തുടരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അശ്ലീലമായ ഒരു ജന്മം, ആ ജന്മത്തിന് എന്തിലും ഈ തരത്തിലുള്ള ക്ഷീരമുള്ള ഒരു അകിടിൻ ചുവട്ടിലും അമ്മയുടെ മാതൃത്വത്തിൻ്റെ ആ ചുവട്ടിലും ഈ തരത്തിൽ വൃത്തികെട്ട തരത്തിലുള്ള ചില കാഴ്ചകൾ കാണുന്ന ഒരു കണ്ണ് മനോരമയ്ക്കുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്. ഒരു പാഷാണം വർക്കി എത്ര നന്നായാലും എവിടം വരെ എത്തും. പാഷാണം വർക്കി ഒരു യാചകനായി കൊണ്ടുവരുന്നൊരു ദയനീയാവസ്ഥയിൽ ചെയ്തു പോകുന്ന അപരാധമാണ്. ഇത് അഹന്തയിൽ നിന്നുണ്ടാകുന്ന വിവരക്കേടാണ്. അപ്പോൾ അത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ പത്രങ്ങൾ ഉണ്ടാകരുത്. പത്രങ്ങൾ ഉണ്ടാകരുതെന്ന് പറയുമ്പോൾ എനിക്ക് ഈ പത്രങ്ങളെ ആകെ ബന്ധപ്പെടുന്ന മറ്റൊരു പ്രശ്നത്തിലേക്ക് കടന്നു വരാം, 2 പ്രശ്നങ്ങളിലേക്ക് കടന്നു വരാൻ ഉണ്ട്. അത് ഇന്നലെ ഞാൻ പറഞ്ഞ എക്കോണമിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളാണ്. ഇപ്പോൾ കല്ലുവാതുക്കൽ ദുരന്തത്തെക്കുറിച്ച് രണ്ടാമതൊന്ന് ചിന്തിക്കുമ്പോൾ അത് മയൂഖ ജോണിയുടെ ഒരു പ്രസ്താവനയുമായിട്ട് അതിനെ റിലേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പെൺകുട്ടികൾ ഇവിടെ നിന്ന് പലതിലേക്കും റിക്രൂട്ട് ചെയ്യപ്പെട്ടുകൊണ്ട് പോകുന്നു എന്നുള്ള പരാതിയെക്കുറിച്ച് പറയുമ്പോൾ ഈ കല്ലുവാതുക്കൽ ദുരന്തത്തെയും മയൂഖ ജോണിയുടെ സയോൺ പ്രസ്ഥാനത്തെയും റിലേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് കുടുംബങ്ങളെ തട്ടിക്കൊണ്ടുപോകുന്നത്, എങ്ങനെയാണ് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നത്, തട്ടിക്കൊണ്ടുപോയി ഏതെങ്കിലും ആശ്രമത്തിൽ കൊണ്ട് ചേർക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെററിസ്റ്റ് ഔട്ട്ഫിറ്റിൽ കൊണ്ട് ചേർക്കുക എന്നുള്ള തരത്തിലുള്ള പ്രവർത്തനം ഇവിടെ നടക്കുന്നതെന്ന് സംശയിക്കേണ്ടി വരും. അതുകൊണ്ട് കല്ലുവാതുക്കൽ പ്രശ്നം എന്ന് പറയുന്നത് അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരാളുണ്ടെന്നും അയാൾ ടെലിഫോണിൽ ഒളിഞ്ഞിരിക്കുകയാണെന്നും ടെലിഫോണിൽ ഒളിഞ്ഞിരുന്നു കൊണ്ട് ഒരു പെൺകുട്ടിയെ അവളുടെ വിശ്വസ്തനായ ഭർത്താവിനെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ചു കുഞ്ഞിനെ അത് വലിച്ചെറിഞ്ഞിട്ട് കൂടെ പോകാൻ പ്രേരിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ റിക്രൂട്ടിങ്, നേരത്തെ പറയുന്ന ഒരു റിക്രൂട്ടിങ്ങിൻ്റെ ഗന്ധം വരുന്നുണ്ട്. ഈ 2 പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോഴും അതിനകത്ത് അവർക്ക് ഒളിച്ചു വയ്ക്കാവുന്ന ഒരു രഹസ്യം സ്വാഭാവികമായും ഇവരെ 3 പേരെയും ഏതോ ഇവർക്ക് പരിചയമില്ലാത്ത ഒരു ശബ്ദം റിക്രൂട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നും വേറെ ഏതോ ഒരു ഏർപ്പാടിന് വേണ്ടി ഇവരെ 3 പേരെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നും സ്വാഭാവികമായി സംശയിക്കേണ്ടി വരും. ആൻഡ് ഇറ്റ് ഈസ് സംതിങ് പൊളിറ്റിക്കൽ. അതിനകത്ത് മാനുഷികമായ ഈ മൂല്യങ്ങളുടെ ഒരു സമൂലമായ നിഷേധമുണ്ട്. നമ്മൾ നിലവിളിച്ചു പോകുന്ന ഒരു ദുരിതം അതിനകത്തുണ്ട്. ഈ പെൺകുട്ടികൾ വഞ്ചിക്കപ്പെടുന്നു, ആത്യന്തികമായി വഞ്ചിക്കപ്പെടുന്നു എന്നുള്ളത് മാത്രമല്ല, ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ, ഒരു ചോരക്കുഞ്ഞിൻ്റെ കരച്ചിൽ കൂടി നമ്മൾ കേൾക്കുന്നുണ്ട്. അതുകൂടി കേട്ടിട്ട് വേണം നമ്മൾ ഈ റിക്രൂട്ടിംഗ് പരിപാടിയെപ്പറ്റി മനസ്സിലാക്കാൻ. ഡെഫിനറ്റ്ലി ആൻഡ് മോസ്റ്റ് പ്രോബബ്ലി 95% ഈ 3 പെൺകുട്ടികളെയും ആരോ ഈ ടെലിഫോൺ വഴി ബന്ധപ്പെട്ട് പ്രലോഭിപ്പിച്ച് ഏതോ സംഘത്തിൽ റിക്രൂട്ട് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു എന്നുള്ളത് 95% ഉറപ്പാണ്. അല്ലാതെ അതിനകത്തൊരു മിസ്റ്ററി എലിമെൻ്റ് അതിനകത്തുണ്ടാകേണ്ട കാര്യമില്ല. കാര്യം ചെയ്യുന്നത് ഇതൊരു മിസ്റ്ററി അല്ല, നമ്മുടെ നാട്ടിലുള്ള നടപ്പ് സമ്പ്രദായമാണ്. അല്ലെങ്കിൽ ഒരു കൊച്ചു കുഞ്ഞ് പറഞ്ഞില്ല, അവളുടെ ഭർത്താവ് ആയിട്ടൊക്കെ ജീവിക്കുന്ന ഒരു വലിയ കുഴപ്പമൊന്നുമില്ലാതെ, ഭർത്താവൊക്കെ വളരെ ഈ മറ്റേ സ്ത്രീധനത്തിന് വേണ്ടി ആളെ കൊല്ലുന്ന ആളൊന്നുമല്ല, വളരെ മനസ്സിലാക്കുന്നത് വളരെ ജെൻറ്റിലായിട്ടുള്ള ഹസ്ബൻഡാണ് ആ ലേഡിക്കുണ്ടായിരുന്നത്. അപ്പോൾ അവളും അവളുടെ 2 കൂട്ടുകാരികളും ഏതോ ട്രാപ്പിൽ പെടുത്താൻ വേണ്ടി ആരും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ
ഈ കുട്ടി കാണിച്ചൊരു സാഹസം, ഈ പെൺകുട്ടി കാണിച്ച ഒരു അതിസാഹസത്തിൻ്റെ ഫലമായിട്ട് ഈ പറഞ്ഞതുപോലെ ആ പെൺകുട്ടി മനോരമ ദിനപത്രത്തിൻ്റെ നിലവാരത്തിലേക്ക് അധപതിക്കുകയാണ്. മാതൃത്വത്തെ അവമാനിക്കുക എന്ന് പറയുന്ന, സ്ത്രീത്വത്തെ അവമാനിക്കുക എന്ന് പറയുന്ന മനോരമയുടെ നിലവാരത്തിലേക്ക്, അതിനും താഴേക്ക് അത് അധപ്പതിക്കുകയാണ്. അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് ന്യായമായും സംശയിക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ ഞാൻ പറയാൻ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഇന്നലെ പത്രങ്ങളിൽ, അല്ല മെനിയാന്ന് പത്രങ്ങളിൽ മയൂഖ ജോണി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ അഭിമാനമാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു അത്ലറ്റ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ അഭിമാനമാണ്. നാഷണൽ ലെവലിൽ വളരെ ഉയർന്ന വന്ന ഒരു അത്ലറ്റ്. അപ്പോൾ ആ അത്ലറ്റ് ചെന്ന് പെട്ടിരിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അതെനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് സൂസൻ മേബിൾ തോമസ് എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു അത്ലറ്റ് ഉണ്ടായിരുന്നു. അത് ഇതുപോലെ കുഴപ്പം പിടിച്ച ഒരു സഭയൊന്നുമല്ല, എന്നാലും ഇതുപോലെ തന്നെ ജനങ്ങളെ തിന്നുന്ന ഒരു സഭയാണ്. അവർ ഒരു പെന്തക്കോസ്ത് വിശ്വാസ കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു സൂസൻ മേബിൾ തോമസ്. അതിന് സ്വാഭാവികമായിട്ടും വളരെ ഗുരുതരമായൊരു അസുഖം ഉണ്ടായപ്പോഴത്തേക്ക് ആ പെന്തക്കോസ്റ്റ് ഗ്രൂപ്പ്, പർട്ടിക്കുലർ പെന്തക്കോസ്റ്റ് ഗ്രൂപ്പ് ആശുപത്രിയിൽ പോവുകയില്ല, ചികിത്സിക്കുകയില്ല, ദൈവത്തോട് പ്രാർത്ഥിച്ച് രോഗം ഭേദമാക്കുമെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ആ കുട്ടി മരിച്ചുപോയി. സൂസൻ മേബിൾ തോമസ് മരിച്ചുപോയി. സൂസൻ ഇതുപോലെ തന്നെ മയൂഖയെ പോലെ തന്നെ, അല്ലെങ്കിൽ മയൂഖയെക്കാളും ഒരു പക്ഷേ കേരളത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു അത്ലറ്റാണ്. നമുക്ക് നല്ല വിമൻ അത്ലറ്റ്സ് ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ കുട്ടികളുടെ വലിയ റെസ്പെക്റ്റ് ഉണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ ട്രാജഡി അത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ തലയിൽ കൈവച്ചു പോയി, ഇതെന്തായി കാണിക്കുന്നത്? ഒരു കുടുംബം വിശ്വാസത്തിൻ്റെ പേരിൽ അവരുടെ ഒരു കുട്ടിയെ ഇല്ലായ്മ ചെയ്യുകയാണല്ലോ എന്ന് നമ്മൾ കരുതുകയായിരുന്നു. അതായത് മോഡേൺ മെഡിസിനോ ആയുർവേദമോ ഒന്നും അവർക്ക് സ്വീകാര്യമല്ല. അവർ ആ യേശുവിനോട് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ കന്യാമറിയത്തിനോട് പ്രാർത്ഥിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ രോഗം ഭേദമാകുമെന്നും പറഞ്ഞ് വീട്ടിലെല്ലാവരും കൂടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കൊച്ചു മരിച്ചുപോയി. അതാണൊരു കഥ. ഇപ്പോൾ മയൂഖ ജോണി ചെന്ന് പെട്ടിരിക്കുന്നത്, ഇപ്പോൾ മേബിൾ തോമസ് മരിച്ചുപോയി, അവരുടെ അച്ഛനും അമ്മയും താരതമ്യേന ഇന്നസെൻ്റ് ആയിരുന്നു എന്നുള്ളത് കൊണ്ട് സംഭവിച്ചതാകാം. അതുപോലെ ഉള്ള ഒരിടത്തിൽ നിന്നാണ് മയൂഖ ജോണി. എന്തുകൊണ്ടാണ് ഈ പത്രങ്ങൾ ഈ കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നത്? അതായത് വളരെ കോൺട്രവേഴ്സ്യലായിട്ടുള്ള ഒരു സംഭവമാണ് എംപറർ ഇമ്മാനുവൽ സയൻസ് സഭ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സയനിസ്റ്റ് ഗ്രൂപ്പുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയത്തുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, ഈ ഇന്ത്യയിലെമ്പാടുമുണ്ട്, ലോകത്തെമ്പാടുമുണ്ട്. എന്താണ് സയനിസ്റ്റ് ഗ്രൂപ്പുകളുടെ എന്നാണ്? റിട്ടേൺ ഓഫ് ജ്യൂസ് ടു ജെറൂസലേം. അതാണ് അവരുടെ സയനിസ്റ്റ് ഗ്രൂപ്പുകളുടെ മുദ്രാവാക്യം. അവർ ഒരുവരെ തീവ്രവാദികളാണ്, പാലസ്റ്റീൻ വിട്ടുകൊടുക്കുകയില്ല എന്ന് വാദിക്കുന്നവരാണ്. അങ്ങനെ ചില ഗ്രൂപ്പുകളെ US ഇമ്പീരിയലിസം അവരുടെ രാഷ്ട്രീയ താല്പര്യത്തെ മുൻനിർത്തി പല രാജ്യങ്ങളിലും രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നടത്തിയിട്ടുള്ള ഏറ്റവും മാരകമായൊരു പ്രയോഗമാണ് ഈ സയോണിസ്റ്റ്. അതെല്ലാ കൾട്ട് ഗ്രൂപ്പുകളല്ല, അത് ചിലത് പൊളിറ്റിക്കലായിട്ട് തന്നെ നിന്നുകൊണ്ട് സയനിസം പ്രസംഗിക്കുന്നവരാണ്. പക്ഷേ സയനിസ്റ്റ് കൾട്ട് ഗ്രൂപ്പുകളുണ്ട്. അങ്ങനെ ഒരു സയനിസ്റ്റ് കൾട്ട് ഗ്രൂപ്പ്, എനിക്കതെങ്ങനെ ഈ തൃശ്ശൂരത്തെ ആ ശരിക്കുള്ള സ്ഥലപ്പേര് MURIAD എന്നാണ്, മുറിയാട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ആദ്യഘട്ടത്തിൽ ഈ ജോസഫൈനും ഒരുപക്ഷെ ബിന്ദു തന്നെ ആയിരിക്കും മന്ത്രി എന്ന നിലയിൽ ഇതിൽ ഇടപെട്ടു എന്ന് പറഞ്ഞൊരു പരാതി വന്നു എന്ന് പറയുമ്പോൾ, അവരിപ്പോൾ ഇതിനകത്ത് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തിട്ടുണ്ടെങ്കിൽ ബലാത്സംഗം ചെയ്തവനെ ശിക്ഷിക്കേണ്ടതെന്ന് അവർ പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ ദിസ് ഗേൾ ബിലോങ്സ് ടു എ കൾട്ട് ഗ്രൂപ്പ് ആൻഡ് മയൂഖ ബിലോങ്സ് ടു എ കൾട്ട് ഗ്രൂപ്പ്. ഈ കൾട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത് വളരെ കോൺട്രവേഴ്സ്യലായിട്ട് ആ പ്രദേശത്ത് ചില പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അതായത് സർവകക്ഷി യോഗം, ഇതിനെതിരെയുള്ള സർവകക്ഷി യോഗം 2020 ജനുവരിയിൽ അവിടെ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഫ്രഷായിട്ടുള്ള ബാനർ ആളുകൾ
ഇവരുടെ ഓഫീസിൻ്റെ മുമ്പിൽ ഉപവാസം നടത്തുന്നുള്ളതിൻ്റെ ബാനർ ഉണ്ടായിട്ടുണ്ട്. ആ തരത്തിൽ ഒരു കൾട്ട് ഗ്രൂപ്പ് അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ആ കൾട്ട് ഗ്രൂപ്പിൻ്റെ ഒരു അംഗമാണ് മയൂഖ ജോണി എന്നുള്ളത്. ആ കുട്ടിക്ക് ഇതെന്താണ് എന്നുള്ളതിൻ്റെ തിരിച്ചറിവില്ലാത്തത് കൊണ്ട് അതിൻ്റെ വക്താവായിട്ട് രംഗപ്രവേശം ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ സംഭവത്തെ, ഈ ആരോപണത്തെ ഒരുപക്ഷെ അതിനെ നിർവീര്യമാക്കാനായിട്ട് ബിന്ദുവോ ജോസഫൈനോ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തെങ്കിലും തക്കതായ കാരണം. ഞാനിപ്പോൾ ആദ്യം അവരങ്ങനെ ഒരിക്കലും അന്യായമായ ഒരു കാര്യങ്ങളിലും ഇടപെടില്ല. ഒരിക്കലും ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു, ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബലാത്സംഗം ചെയ്യപ്പെടുന്നവൻ്റെ വക്കാലത്തുമായിട്ട് നിൽക്കുന്നവരല്ല ഇവർ രണ്ടുപേരും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണെന്ന് വെച്ചാൽ എനിക്ക് അവരുമായിട്ട് അത്ര വ്യക്തിപരമായിട്ട് ഒരു പരിചയമില്ല. ദൂരെ നിന്നുകൊണ്ട് ആളുകളെ ഒബ്സർവ് ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഇവരുടെ വ്യക്തിത്വത്തെക്കുറിച്ച് എനിക്ക് മതിപ്പുള്ളത് കൊണ്ട് ഞാൻ പറയുന്നതാണ്. അവർ രണ്ടുപേരും അങ്ങനെ ചെയ്യുകയില്ല. പക്ഷേ ഇതിൽ അവർക്ക് ഈ സയോണിസ്റ്റ് ഗ്രൂപ്പിനെ എതിർക്കാതിരിക്കുകയാണെങ്കിൽ നമുക്ക് അവരെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് വിളിക്കാനും പറ്റില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൾട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത് US ഇമ്പീരിയലിസത്തിൻ്റെ ഒരു പ്രത്യേക രാഷ്ട്രീയ പദ്ധതിയാണ്. ഇപ്പോൾ കൾട്ട് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് സംഭവം എന്ന് നിങ്ങൾ ചോദിച്ചേക്കും. കൾട്ടെന്ന് പറയുമ്പോൾ അത് ഈ ഒക്കൾട്ട് എന്ന് പറയുന്ന ഒരു പദത്തിൽ നിന്നാണ്. അതായത് കൾച്ചർ ആയിട്ടാണ് അതിനെ റിലേറ്റ് ചെയ്യുന്നതെങ്കിലും കൾട്ട് ഫിഗറാണ്, മോഹൻലാൽ ഒരു കൾട്ട് ഫിഗറാണ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വേറെന്തോ ഒരു കൊള്ളാവുന്ന ഒരു ഫിഗറാണെന്നൊക്കെ പറയും. ഒരു കൾട്ട് ഫിഗറാണ് എന്നൊക്കെ പറഞ്ഞു. കാര്യം അതിൻ്റെ എല്ലാം സാരാംശം ഒന്ന് തന്നെ. ഒക്കൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഭിചാരക്രിയ. ഒരു ആഭിചാരക്രിയയിലൂടെ നിങ്ങളുടെ മനസ്സിനെ കീഴടക്കുകയും ഈ ബ്രെയിനിനെ നിർവീര്യമാക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനമുണ്ട്. അങ്ങനെ ഒരു ആഭിചാരക്രിയയിൽ നിങ്ങൾ വിധേയമായി തീരുമ്പോഴാണ് നിങ്ങൾ ഒരു ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കുന്നത്. പക്ഷേ ഫാൻസ് അസോസിയേഷനിൽ അങ്ങനെയുള്ള ആഭിചാരത്തിൻ്റെ ഒന്നും പ്രശ്നമില്ല, പണമാണ് അതിനകത്ത് ഡോമിനേറ്റ് ചെയ്യുന്നത്. അത് വേറൊരു കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കൾട്ട് ഗ്രൂപ്പുകളിൽ ഭയങ്കരമായിട്ടുള്ള സാമ്പത്തികമായ തട്ടിപ്പുകളും വിദേശ ഫണ്ടിങ്ങൊക്കെ, ഇന്നലെ പറഞ്ഞ വിദേശ ഫണ്ടിങ്ങിൻ്റെ തന്നെ ഈ ധാരകളുമായിട്ട് ബന്ധപ്പെടുന്ന ഒന്നാണ് ഈ കൾട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ മുറിയാട് എന്ന് പറയുന്ന ഈ ഇരിങ്ങാലക്കുടയ്ക്കടുത്തുള്ള ഈ പ്രദേശത്ത് കോട്ടയിലെ ധ്യാന കേന്ദ്രത്തെപ്പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. 2005 എംപറർ ഇമ്മാനുവൽ സയോൺ സഭ എന്ന് പറയുന്നൊരു സഭ ഉണ്ടാകുന്നുണ്ട്. ഉണ്ടാക്കുന്ന ആളുടെ പേര് ജോസഫ് എന്നാണ്. അയാളുടെ പേര് ജോസഫ് പൊന്നാറ എന്ന് പറയുന്ന ഒരാളാണ്. അയാളുടെ പേര് ജോസഫ് പൊന്നാറ എന്നല്ല. പൊന്നാറ എങ്ങനെ വന്നതെന്ന് അറിഞ്ഞൂടെ. അയാളുടെ ഫാമിലി ആയിരിക്കും. അയാൾ റോയ് ജോസഫ് എന്ന പേരിൽ ഇടുക്കിയിലൊരു ടീച്ചറായിട്ട് വർക്ക് ചെയ്തിരുന്ന ആളാണ്. അയാൾ ഒരു ഇടതുപക്ഷ സഹയാത്രികനൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതായത് ഇപ്പോഴത്തെ ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രീകഴ്സറാണ് അദ്ദേഹം എന്ന് വേണമെങ്കിൽ പറയാം. കുറേയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ വലിയ വലിയ നേതാക്കന്മാർ ഇതുപോലെ കൾട്ട് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുമോ എന്നെനിക്കറിഞ്ഞുകൂടാ. എന്തായാലും അങ്ങനെയുള്ളൊരു നല്ലൊരു എഫിഷ്യൻറ്റ് ടീച്ചറായിരുന്നു. നല്ല രീതിയിൽ ആളുകളെ വാക്കുകൾ കൊണ്ട് ആകർഷിക്കാനും സ്വാധീനിക്കാനും ശേഷിയുള്ളൊരു അധ്യാപകനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളുടെ മരണത്തിന് ശേഷം അദ്ദേഹം ഇടുക്കിയിലായിരുന്നു ടീച്ചറായിരുന്നു. അവിടെ വിട്ടിട്ട് ഒരു തമിഴ്നാട്ടിലെ ഒരു കരിസ്മാറ്റിക് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെടും. അത് കഴിഞ്ഞതിന് ശേഷം 2000-ലോ മറ്റോ അദ്ദേഹം തിരിച്ച് കേരളത്തിലോട്ട് വരുന്നു. വന്നിട്ട് അദ്ദേഹം ഒരു പ്രത്യേക കൾട്ട് ഗ്രൂപ്പ് ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഏർപ്പാടുകൾ ആരംഭിക്കുന്നു. 2005 അദ്ദേഹം ഒരു കൾട്ട് ഗ്രൂപ്പ് സ്ഥാപിക്കുന്നു. ആ കൾട്ട് ഗ്രൂപ്പിൻ്റെ പേരാണ് എംപറർ ഇമ്മാനുവൽ സയോൺ ചർച്ച് എന്ന് പറയുന്നത്. ഇതൊരു ചർച്ചാണ്. അപ്പോൾ ഈ ചർച്ചിൻ്റെ ഇത് സ്ഥാപിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെതായ ചില ക്രീഡ്സ് ഉണ്ട്. ആ ക്രീഡ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും, അതായത് യേശു എന്ന് പറയുന്നതിനേക്കാളും അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ യേശു എന്ന് ഉദ്ദേശിക്കുന്ന ആ വ്യക്തിത്വത്തെ ഇമ്മാനുവൽ എന്ന് വിളിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അത് ആദ്യത്തേക്ക് ഒരു
ഇതാണ്. പിന്നെ ഇതിൽ ഒരു തോമസ് പുളിക്കൽ എന്ന് പറയുന്ന വേറൊരു കക്ഷിയും കൂടെ വരുന്നുണ്ട്. അയാൾ പൊന്നാറയായിട്ട് പിണങ്ങിയൊക്കെ പോകുന്നുണ്ട്, അതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു ക്രീഡ് എന്താണ് ഇവരുടെ വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകാവസാനം ഏറ്റവും അടുത്തിരിക്കുകയാണ്. അതായത് അമേരിക്കയിലെ നാസ സ്കൈലാബുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും അത്യാഹിതം ഉണ്ടാകുമ്പോഴത്തേക്ക് ലോകം അവസാനിക്കും എന്നൊക്കെ ഉള്ളൊരു വലിയൊരു ഭീതി അമേരിക്കയിൽ കുറേ കൾട്ട് ഗ്രൂപ്പുകളുണ്ട്. അതായത് കൾട്ട് ഗ്രൂപ്പുകളെ ഈ ട്രെയിൻ ചെയ്തെടുക്കുന്നൊരു സിസ്റ്റം അവിടെയുണ്ട്. അത് നാസയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ അങ്ങോട്ട് ആളിനെ റിക്രൂട്ട് ചെയ്ത് കൊടുക്കുന്ന ചില ഹിന്ദു ആൾദൈവ സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട്, അങ്ങോട്ട് അമേരിക്കയിലേക്ക് അയക്കുന്നത്. അപ്പോൾ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ആർഗ്യുമെൻറ്റ് ഉടനെ തന്നെ ലോകാവസാനം ഉണ്ടാകും. അപ്പോൾ അദ്ദേഹം ഈ പറയുന്ന ജോസഫ് പൊന്നാറ എന്ന് പറയുന്ന ആൾ ഒരു വലിയ പ്രവചനം നടത്തി 2012 ലോകം അവസാനിക്കും. അപ്പോൾ 2005 ഇദ്ദേഹം അവിടെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. രജിസ്ട്രേഷൻ ഒരു എനിക്ക് കമ്പനി ആക്റ്റാണ്, ചാരിറ്റി ട്രസ്റ്റ് ആക്റ്റാണെന്ന് തോന്നുന്നു. അതിൻ്റെ പേരിൽ ഒരു ആരംഭിച്ചിട്ട് ആളുകളിൽ ഒരു പുതിയ വിശ്വാസം, അതായത് കത്തോലിക്ക പള്ളിയിൽ പോകുന്നവരൊക്കെ സാത്താന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് കത്തോലിക്ക സഭയെ അറ്റാക്ക് ചെയ്യുന്നത്. കത്തോലിക്ക സഭ ഇവർക്കെതിരെ കുറേയധികം പാംപ്ലെറ്റ്സൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഈ സംഘത്തിനെതിരെ. അവരൊക്കെ സാത്താന്മാരാണ്, അവരുമായിട്ട് സഹകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കുറേയധികം ആൾക്കാരെ ഇദ്ദേഹം വശീകരിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ വശീകരിച്ചുകൊണ്ട് വരുമ്പോൾ അതിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഭാഗങ്ങളിൽ നിന്നും, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇയാൾക്ക് വിദേശമായിട്ടും കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫണ്ടിങ് സോഴ്സസ് എന്താണെന്നും പറഞ്ഞിട്ടൊക്കെ ആളുകൾ സമരം ഉണ്ടാക്കിയത്. ഇതിൻ്റെ ധനകാര്യ സ്രോതസ് എവിടെയാണെന്നും പറഞ്ഞൊക്കെയാണ് ഉണ്ടാക്കി. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നതാണ്. നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ഒരു ക്യാൻസറാണ് ഈ സയോണിസ്റ്റ് സഭ എന്ന് പറയാൻ എനിക്ക് മടിയില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ബലാത്സംഗമായിട്ട് ബന്ധപ്പെട്ടില്ല. ബലാത്സംഗമൊക്കെ ഈ ഒരു സയോണിസ്റ്റ് സഭയുടെ അല്ലെങ്കിൽ ലൈംഗിക അരാജകത്വം എന്നൊക്കെ പറയുന്ന ഈ ഒരു സയോണിസ്റ്റ് സഭയിൽ സ്വാഭാവികമുണ്ടാകാവുന്ന ഈ ധാർമ്മിക ച്യുതികളുടേതായൊരു മേഖല മാത്രമാണ്. അത് ഒന്ന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അത് അത്രയും നല്ലതെന്ന് വേണം കരുതേണ്ടത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അതൊന്നും അല്ല നമ്മളിതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെയുള്ള ഈ കൾട്ട് ഗ്രൂപ്പുകളിൽ ഇപ്പം നമുക്കറിയാം, അഘോരികളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ മനുഷ്യ ശവങ്ങൾ എടുത്തു കൊണ്ടുപോയി ശവങ്ങളുടെ തലച്ചോറ് പൊട്ടിച്ച് തലച്ചോറ് ഭക്ഷിക്കുന്ന ഒരു ഗ്രൂപ്പ് ബംഗാളിലുണ്ട്. ഇപ്പോൾ വടകരയിൽ നഗ്നമായിട്ട് ജീവിക്കുകയും നഗ്നമായിട്ട് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് വടകരയിൽ ഫോം ചെയ്തു വരുന്നുണ്ട്. ഇപ്പോൾ LGBT ഈ പീഡോഫൈൽസിൻ്റെ ചില ഗ്രൂപ്പുകൾ പലയിടത്ത് ഫോം ചെയ്തു. ഇതൊക്കെ ഒരു തരം കൾട്ട് ഗ്രൂപ്പുകളാണെന്ന് പറയാം. കാര്യം ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്ന ആഭിചാരമാണ്. ആഭിചാരത്തിലൂടെ നിങ്ങളുടെ ബ്രെയിനിൻ്റെ ചില ഭാഗങ്ങളെ കീഴ്പ്പെടുത്തുകയും, അപ്പോൾ അതിനെ ഈ മനഃശാസ്ത്രജ്ഞന്മാർ അതിനുള്ള കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന, ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ശരിക്കും ഭയപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ്. മനോരമയെക്കാളും നമ്മളെ ഭയപ്പെടുത്തുന്ന ഒന്നാണ് ഈ സയോൺ സഭ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നിയത്, ഇത്രയും കോൺട്രവേഴ്ഷ്യലായിട്ട് ഒരു പ്രദേശത്ത് വലിയൊരു റിഫ്റ്റ് ഉണ്ടാക്കുകയും ആ പ്രദേശത്തെ ആകെ തന്നെ അസ്വസ്ഥമാക്കുകയും ചെയ്യുന്ന ഇങ്ങനെ ഒരു സയോണിസ്റ്റ് സഭ. സയോണിസ്റ്റുകളെന്ന് വെച്ചാൽ ആളുകെല്ലാം അറിയാം എന്താണെന്നുള്ള, അതിൻ്റെ രാഷ്ട്രീയം അറിയാം. ഈ സയോൺ എന്നുള്ള പേര് തന്നെ ഇപ്പോൾ ഇതുകൊണ്ട് നടക്കുന്ന 2021 ഒരു ബിജു ഫിലിപ്പ് എന്ന് പറയുന്ന ഒരാൾ ഈ എംപറർ അബ്രഹാം സയോണിസ്റ്റ് ട്രേഡ് മാർക്കെന്നും പറഞ്ഞെന്തോ ഈ കച്ചവടത്തിൻ്റെ ഏർപ്പാടുമായിട്ട് രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട് കമ്പനീസ് ആക്ട് പ്രകാരം. അതാണ് എൻ്റെ ഏറ്റവും ഒടുവിലത്തെ അവസ്ഥ. ഇപ്പോഴും ഇതുണ്ട്. അപ്പോൾ ഇതിൽ 2012 ഇത് നടത്തുമ്പോഴത്തേക്ക് ഇതിൻ്റെ സാധാരണയുള്ള ഒരു സ്വഭാവം എന്ന് പറയുന്നത് മർഡേഴ്സ് ഉണ്ടാകും, സൂയിസൈഡ്സ് ഉണ്ടാകും, പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. ഇതിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതിൽ ആകൃഷ്ടരായി വരുന്നവർ അവർക്കുള്ള സ്വത്തുക്കളെല്ലാം വിറ്റിട്ട് ഇയാളിവിടെ ഒരു നോഹയുടെ പേടകം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇയാൾ ഒരു വലിയ ഹൗസ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ ആ ഡൂംസ്ഡേ ആകുമ്പോഴത്തേക്ക്, ലോകാവസാനം വരുന്ന ദിവസത്തിൽ എല്ലാവരും ഈ പേടകത്തിനകത്ത് കയറുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റും.
അപ്പോൾ സ്വർഗത്തിൽ 14,400 അല്ല 1,44,000 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. 1,00,000 കൊടുത്താൽ, ജോസഫ് പൊന്നാറയ്ക്ക് 1,00,000 കൊടുത്താൽ നിങ്ങൾക്കവിടെ ഒരു സീറ്റ് റിസർവ് ചെയ്യാൻ പറ്റും. 1,44,000 രൂപ. ഇത് കേട്ടുകേൾവിയൊന്നും അല്ല, ഇതിനെപ്പറ്റി ഒരുപാട് ഡിസ്കഷൻസ് നടന്നിട്ടുണ്ട്. ഇതിപ്പോൾ അയാൾ ഇപ്പോൾ എനിക്ക് 1,00,000 രൂപ കൊണ്ടുവരണമെന്ന് ആരും പറയില്ല. 1,00,000 രൂപ കൊണ്ടുവരികയാണെങ്കിൽ അതങ്ങ് സ്വീകരിക്കും. വീട് വിറ്റിട്ട് വരട്ടെ എന്ന് പറയുമ്പോഴത്തേക്ക് വീട് വിറ്റിട്ട് വരണ്ട എന്ന് പറയില്ല. നല്ല വില കിട്ടുമോ എന്ന് ചോദിക്കും. ആ തരത്തിൽ വളരെ ടാക്റ്റിക്കലായിട്ടാണ് അയാൾ ചെയ്തിട്ടുള്ളത്. ആ തരത്തിൽ കുറേ അധികം കുടുംബങ്ങൾ അവർ സ്വന്തം സ്ഥലവും സ്വത്തുമൊക്കെ വിറ്റിട്ട്, ഇതിപ്പോൾ കരുണാകരനും ചെയ്തിട്ടുള്ള കാര്യമാണ്. പോത്തങ്കോട് നിങ്ങൾ അന്വേഷിച്ചാൽ മതി. ഒരുപാട് കുടുംബങ്ങൾ അവരുടെ ആ ഹോമൊക്കെ വിറ്റ് ആ വീടുകളിൽ നിന്ന് കൊല്ലത്തുനിന്ന് പോയിട്ടുള്ളവരുണ്ട്, എനിക്കറിയാം, പന്തളത്തുനിന്ന് പോയിട്ടുള്ളവരുണ്ട്. പലരും അവരുടെ ആ കുടുംബമൊക്കെ ഉപേക്ഷിച്ച്, കുടുംബ ബന്ധങ്ങളൊക്കെ ഉപേക്ഷിച്ച്, ആ ബന്ധുക്കളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഈ കരുണാകര ഗുരുവിൻ്റെ ആശ്രമത്തിൻ്റെ അടുത്ത് പോയി അവരുടെ സ്വത്ത് അവിടെ കൊടുത്തിട്ട് അവിടുത്തെ അന്തേവാസികളായിട്ട് താമസിക്കുന്നൊരു ഏർപ്പാടുണ്ട്. പോത്തങ്കോട്ട് കരുണാകര ഗുരു. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ വളരെ ലൈസൻസ് കൊടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇത് എൻ്റെ സാമാന്യ വ്യക്തിക്ക് ഈ പറഞ്ഞില്ലേ, ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് ഈ സ്ഥാപനങ്ങളൊക്കെ നിരോധിക്കണം എന്നുള്ള ഒരു പറഞ്ഞില്ലേ, ഇന്ത്യൻ ഭരണഘടനയുടെ വയലേഷനാണ് ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ആർക്കും ഇവിടെ നിലനിൽപ്പിന് യാതൊരു അവകാശവുമില്ല. ഒരാൾ ദൈവമാണെന്ന് പറഞ്ഞ് അഭിനയിക്കുന്നത് തന്നെ ഇറ്റ് ഗോസ് അഗൻസ്റ്റ് ദി സ്പിരിറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളതല്ലാതെ ആൾ ദൈവത്തിൽ വിശ്വസിച്ച് കൊള്ളണമെന്ന് ആരും പറയില്ല. അപ്പോൾ ഒരു ഡൂംസ് ഡേ ഉണ്ടാകുമെന്നും അത് ഉണ്ടാകുമ്പോഴത്തേക്ക് നിങ്ങൾക്കെല്ലാം സ്വർഗത്തിലൊരു സീറ്റ് നേരത്തെ റിസർവ് ചെയ്തിടണമെന്നും അതിനായിട്ട് നിങ്ങൾ 1,00,000 രൂപ എൻ്റെ ഈ സയോണിസ്റ്റ് സഭയിൽ തരണമെന്നും ഒരു അരുളപ്പാടുണ്ടാകുകയും അതിനനുസരിച്ച് ഒരുപാട് കുടുംബങ്ങൾ ഓരോ 1,00,000 രൂപ കൊടുത്ത് ഒരു വലിയൊരു ട്രസ്റ്റ് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്, സയോണിസ്റ്റ് സഭ എന്ന് പറയുന്നത്. മയൂഖ ജോൺ അതിൻ്റെ ഒരു വക്താവാണ്, സയോണിസ്റ്റ് സഭയുടെ ഒരു വക്താവാണ്. അല്ലെന്നുണ്ടെങ്കിൽ അവർ പറയട്ടെ, സയോണിസ്റ്റ് സഭ പരിശുദ്ധമാണെങ്കിൽ പരിശുദ്ധമായിരിക്കട്ടെ എന്ന് പറയുന്നില്ല. അപ്പോൾ ഇത്രയും കോൺട്രവേഴ്സ്യലായിട്ടുള്ളൊരു ഇഷ്യൂ അവിടെ ഉള്ളപ്പോൾ ഈ പറഞ്ഞില്ലേ, ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ്, അതിൻ്റെ ചെറിയ ഒരു അതിക്രമം മാത്രമാണ് ഒരു ബലാത്സംഗം നടന്നാലും ഇല്ലെങ്കിലും. ബലാത്സംഗം ഇങ്ങനെയുള്ളൊരു സയോണിസ്റ്റ് ഗ്രൂപ്പിൽ ബലാത്സംഗവും ലൈംഗികമായ അരാജകത്വവും സ്വാഭാവികമാണ്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ചെറിയൊരു ഇഷ്യൂ എടുത്തു വെച്ചിട്ട് അതിനെ ഡൈവേർട്ട് ചെയ്തിട്ട് ഹൈക്കോടതിയിൽ പോയി അത് പറയുമ്പോഴത്തേക്ക് പത്രങ്ങളുടെ ധർമ്മം എന്താണ്, മാധ്യമത്തിൻ്റെ ധർമ്മം എന്താണ്? ടു സീ ഇറ്റ് ആസ് എ ഹോൾ. രണ്ടാമത്, ഇവരുടെ പ്രതിയോഗികൾ ഈ സഭയിൽ നിന്ന് പുറത്തുപോയവർ പത്രസമ്മേളനം നടത്തുമ്പോഴത്തേക്ക് അവർ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അവർ പറയുമ്പോഴെങ്കിലും എന്താണ് ഈ സയണിസ്റ്റ് സഭ, ഈ എംപറർ യേശുവിന് പകരമാണ് ഇമ്മാനുവൽ എന്ന് പറയുന്നത്. അതായത് ഇദ്ദേഹം തന്നെ യേശുവിന് പകരം അവതരിപ്പിച്ച ആളാണ് എന്നുള്ള തരത്തിലുള്ള വിശ്വാസം കൂടെ അവിടെ പ്രചരിപ്പിക്കുന്നുണ്ട് ഒരു കാലം വരെ, 2012 വരെ. അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന, അപ്പോൾ ഒരുപാട് പേര് വിറ്റ് അവരുടെ സ്വത്തുക്കളൊക്കെ വിറ്റ് അവിടെ ഒന്ന് താമസിച്ച് അവിടെ കൊടുത്തിട്ട് പോയി ഇതിനകത്ത് പറഞ്ഞില്ലേ, ഒരുപാട് കോടികൾ വന്നടിയുന്ന ഒരു ട്രസ്റ്റാണ് അത്. ഈ പറയുന്ന ഇതിൻ്റെ അവിടെ വന്ന് താമസിച്ച് ഇവരുടെ ഈ സയോണിസ്റ്റ് കോളനിയിൽ താമസിക്കുന്ന വിശ്വാസികൾ ഇപ്പോഴും അവിടെ ഉണ്ട്. അവർ ഈ സഭയുടെ പക്ഷത്ത് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട്. എന്നാലും ഇതിൻ്റെ മേജറായിട്ടുള്ള കുറേ അധികം ആൾക്കാർ ഇത് വിട്ടുപോകാൻ പ്രധാനപ്പെട്ട കാരണം, ഇയാൾ ആദ്യം ഈ ജോസഫ് പൊന്നാറ ഈ സ്ത്രീയും പുരുഷനും തമ്മിൽ ലൈംഗിക ബന്ധങ്ങൾ പാടില്ല എന്നുള്ളൊരു നിലപാട് വിശ്വാസികളെ പറഞ്ഞ് ധരിപ്പിക്കുകയും, പിന്നെ ഇങ്ങനെയുള്ളൊരു കൂട്ടത്തിൽ അത് ഉണ്ടാകുമില്ല എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കേണ്ട കാര്യമല്ല. അങ്ങനെ ഉണ്ടായി എന്നാണ് ഇപ്പോൾ വിശ്വാസിയായ ഒരു സ്ത്രീ പറഞ്ഞിരിക്കുന്നത്. അത് ബലപ്രയോഗം മൂലമായാലും അല്ലെങ്കിലും അത് ഉണ്ടായിരുന്നു. അത് 2016 നടന്നിട്ട് 2021 വരെ മൂടി വെച്ചതിൻ്റെ കാരണം സഭ തന്നെയാണ്, അല്ല വേറൊന്നുമില്ല. എന്തുകൊണ്ടെന്നാൽ അപ്പോൾ ആ വസ്തുനിഷ്ഠമായ സാഹചര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ ഒരു റേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ശിക്ഷ അർഹിക്കുന്നു. അതിപ്പോൾ ഒരു സഭാവിശ്വാസി വേറൊരു സഭാവിശ്വാസിയെ റേപ്പ് ചെയ്താലും
തലയ്ക്ക് സുഖമില്ലാത്ത ഒരാൾ വേറൊരു തലയ്ക്ക് സുഖമില്ലാത്ത ഒരാളെ റേപ്പ് ചെയ്താലും കോടതിയാണ് ഇയാൾക്ക് ഇൻസാനിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് വിധിക്കേണ്ടത്. അത് അയാൾ ശിക്ഷിക്കപ്പെടണം, അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇവിടുത്തെ ഒരു സാഹചര്യം അതല്ല. അദ്ദേഹം പറയുന്നു ലൈംഗിക ബന്ധം പാടില്ല എന്ന് പറയുന്നു. ലൈംഗിക ബന്ധം പാടില്ല എന്ന് പറഞ്ഞിരിക്കെ അദ്ദേഹത്തിൻ്റെ തന്നെ ഏറ്റവും അടുത്ത ഒരു സ്ത്രീ, ഒരു പ്രവാചക, ഗർഭിണിയായി തീരുമ്പോഴത്തേക്ക് അദ്ദേഹം പറയുന്നു ഇത് മനുഷ്യൻ്റെ ഗർഭമല്ല, ഇതൊരു ദിവ്യഗർഭമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ ദിവ്യഗർഭത്തിൻ്റെ ഈ പ്രസവം എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി സിസേറിയൻ ചെയ്താണ് ഈ ദിവ്യഗർഭം എടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു പെൺകുഞ്ഞ് ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ ഇയാളുടെ ഒരു രണ്ടാം ഭാര്യ എന്ന നിലയിലാണ് പിന്നീട് ഇത് കാണുന്നത്. ഇത് വന്നപ്പോഴത്തേക്ക് ഈ സഭയിലുള്ള കുറേ പേര് ഇത് വിട്ട് പിരിഞ്ഞു പോയി. അതുപോലെ 2012 ഇയാൾ പറഞ്ഞതുപോലെ ലോകാവസാനം സംഭവിച്ചില്ല. അപ്പോൾ അത് സംഭവിക്കാതിരുന്നപ്പോൾ എന്താ സംഭവിക്കാതിരുന്നെന്ന് പറഞ്ഞാൽ അതൊക്കെ ചില സയൻസ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. ആ നിമിഷം എപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നാളെ ആകാം, ചിലപ്പോൾ മറ്റന്നാളാകാം, ചിലപ്പോൾ 1 വർഷം നീണ്ടുപോയേക്കാം എന്നൊക്കെയുള്ള ന്യായങ്ങളൊക്കെ പറഞ്ഞ് ഈ ആളിനെ കൂടെ നിർത്താൻ പറ്റി. അപ്പോൾ ഈ 2 കാര്യങ്ങൾ പറഞ്ഞു. 2012 ലോകം അവസാനിക്കുമെന്ന് ഇയാൾ പറഞ്ഞു. അതിനുവേണ്ടി 2012 മുമ്പ് കുറച്ച് കാശ് സമാഹരിക്കാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ 1 ലക്ഷം പേര്, ഈ പറഞ്ഞ 1,40,000 സീറ്റാണ് സ്വർഗത്തിലുള്ളത്, ഉടനെ റിസർവ് ചെയ്തോളണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടില്ല, നിങ്ങളെല്ലാം നരകത്തിൽ പോകുമെന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ആളുകൾ വിശ്വസിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ മാധോരണി കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സംഭവിക്കുമോ എന്നുള്ളതിനെ പറ്റി റിസർച്ച് നടത്തിയ ചില കക്ഷികൾ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, when practitioners surrender their will actively, the frontal lobes of, അതായത് when പ്രാക്ടീഷണേഴ്സ്, അതായത് ഇങ്ങനെ ഒരു കൾട്ടിൽ, ഈ ആഭിചാര പ്രസ്ഥാനത്തിൽ ചെന്ന് ചേരുന്ന ആൾക്കാർ, അവർ അതിൻ്റെ പ്രാക്ടീഷണേഴ്സാണ്. ഈ പാട്ടും ബഹളവും കോട്ടും ഒക്കെ ആയിട്ട് മനുഷ്യരൊരു ഫ്രണ്ട്സിയുടെ അവസ്ഥയിലൊക്കെ എത്തിച്ചേരുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ വരുമ്പോൾ ദേ സറണ്ടർ ദെയർ വിൽ, അവരുടെ വ്യക്തിത്വത്തിൻ്റെ ആ ഇച്ഛാശക്തി അവർ സറണ്ടർ ചെയ്യുക. ആൻഡ് ആക്ടിവിറ്റി ഇൻ ഫ്രണ്ടൽ ലോബ്സ്, അതായത് ഇതിൻ്റെ തലച്ചോറിൻ്റെ ഫ്രോണ്ടൽ ലോബ്സിലുള്ള ആക്ടിവിറ്റി എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. ദാറ്റ് സ്പീച്ച് ഈസ് ജനറേറ്റഡ് ഫ്രം സം പ്ലേസ് ഓർ അതർ ദാൻ ദി നോർമൽ സ്പീച്ച് സെൻറ്റേഴ്സ്. അപ്പോൾ ഈ നോർമൽ സ്പീച്ച് സെൻറ്റേഴ്സിൽ നിന്ന് അല്ല സ്പീച്ച് വരുന്നത്, വേറെ എവിടെ ആണ് എന്ന് പറയുന്ന തരത്തിൽ ഇതിൻ്റെ ഈ തലച്ചോറിൻ്റെ ഫ്രോണ്ടൽ ലോബ്സ് ഇനാക്ടിവേറ്റ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥ വരുന്നു. അങ്ങനെ വരുമ്പോഴാണ് ഈ പറയുന്നത്, ഈ സ്വർഗം ഉണ്ടെന്ന് പറയുന്നതും സ്വർഗത്തിൽ നിങ്ങൾക്ക് സീറ്റ് ഉണ്ടെന്ന് പറയുന്നത് ആളിത് വിശ്വസിച്ച് പോകുന്നൊരവസ്ഥയാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഈ പറഞ്ഞില്ലേ, നമ്മളിവിടെ നിന്ന് പലരും ഈ വളരെ ഉന്നതമായിട്ടുള്ള ഈ ഇതിന് പോകുമ്പോഴത്തേക്ക്, ഈ ഉപരിവിദ്യാഭ്യാസത്തിന് പോകുമ്പോഴത്തേക്ക്, ആ ഉപരിവിദ്യാഭ്യാസത്തിൽ ഇതുപോലൊരു ബ്രെയിൻ ടൈമിംഗ് എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. ബ്രെയിൻ ടൈമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യത്തിൽ നമ്മളിതിനെ കാണുമ്പോഴത്തേക്ക് ഈ ഇത് വെൻ പ്രാക്ടീസ് സറണ്ടർ ദെയർ വിൽ ആക്ടിവിറ്റി, ഈ ഫ്രോണ്ടൽ ലോബ്സിൻ്റെ ആക്ടിവിറ്റീസ് ഡിക്രീസ് ചെയ്യുകയും, അപ്പോൾ കേൾക്കുന്നത് വേറെ എവിടെയോ എന്നാണെന്ന് തോന്നുകയും ചെയ്യും. അതുപോലെ തന്നെ ഡാമേജ് ടു പെറൈറ്റൽ ലോബ്, ഇത് രണ്ടുമാണ് ഈ മനഃശാസ്ത്രകാരന്മാർ പറയുന്നത്. ഈ ഇതിൻ്റെ പെറൈറ്റൽ ലോബ് എന്ന് പറയുന്നത്, ഈ ലോബ് എന്ന് പറയുന്നത് ഏതാണ്ട് ഡാമേജ്ഡ് ആയിത്തീരും ഈ തരത്തിലുള്ള ആക്ടിവിറ്റീസിലൂടെ. ഈ പറയുന്ന തരത്തിലുള്ള ഒരു ഫ്രണ്ട്സീഡ് മൂഡിലൂടെ നിങ്ങൾ കുറേ അധികം പോയി കഴിയുമ്പോഴത്തേക്ക് ആയിത്തീരും. അപ്പോൾ നിങ്ങളൊരു മെൻ്റലി ഏതാണ്ട് ഇൻവാലിഡ് എന്നുള്ളൊരു തരത്തിലേക്ക്, ഈ മൈൻഡ് കൺട്രോൾ കട്ട് എന്ന് പറയുന്നത് ഈ ഒരു പ്രധാന ഒരു ന്യൂറോ തിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതും
പിന്നീട് വിദ്യാഭ്യാസ രംഗത്ത് ഉദാഹരണത്തിന് ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് കിട്ടാൻ വേണ്ടി ഈ കേരളത്തിൽ നിന്ന് പോകുന്ന ഒരുപാട് പേരുണ്ട്. വളരെ എനിക്ക് തന്നെ അറിയാം. കൊല്ലം കോളേജിൽ ഈ ക്ലാസ്സിൽ വന്ന് നക്സലിസം മാത്രം പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഒരു അധ്യാപകനുണ്ട്. അദ്ദേഹം ഷർട്ട് മുണ്ട് കൊടുത്തുകൊണ്ടേ വരുമെന്ന്. അന്ന് കോളേജുകളിലൊക്കെ ടീച്ചേഴ്സൊക്കെ പതുക്കെ ഈ ഇതിലേക്കൊക്കെ ഈ പാൻസിലൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നൊരു കാലമാണ്. അദ്ദേഹം ഇംഗ്ലീഷ് അധ്യാപകനാണെങ്കിൽ അദ്ദേഹം നക്സലിസം പ്രസംഗിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം മാവോയുടെ ഏറ്റവും വലിയ ഒരു വക്താവായിരുന്നു. അദ്ദേഹം ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് ഇട്ട് അമേരിക്കയിൽ പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം ഭയങ്കര ആൻറ്റി കമ്മ്യൂണിസ്റ്റായി. പിന്നെ ഒരു മലയാളത്തിലൊരു പ്രശസ്ത നിരൂപകന് ഒരു ഒബ്സഷൻ പോലെ ഒരു ആൻറ്റി കമ്മ്യൂണിസ്റ്റ് ഉണ്ടാകാനുള്ള കാരണം ഫുൾ ബ്രൈറ്റാണ്. അതിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടത് അയ്യപ്പ പണിക്കർ സാർ മാത്രമാണ്. അദ്ദേഹത്തെ കൂടുതലായിട്ടൊന്നും ഉപദ്രവിക്കാൻ പറ്റിയിട്ടില്ല. അത് കുറച്ചുകൂടി സ്റ്റേബിൾ മൈൻഡ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് അബദ്ധമൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ തരത്തിലൊരു മൈൻഡ് കൺട്രോൾ സിസ്റ്റം അവർക്കുണ്ട്. അതിപ്പോൾ അങ്ങോട്ട് പോകുന്ന പലരും പല പ്രസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഫുൾ ബ്രൈറ്റ് ഒരുപാട് പേർക്ക് ലിബറലായിട്ട് കൊടുക്കുന്നുണ്ട്. 6 മാസം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ പിള്ളേരൊക്കെ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഒരു ആൻറ്റി സി പി എം ഇപ്പോൾ ആകേണ്ട കാര്യമില്ല. സി പി എം തന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഇവരത്ര കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ അവരൊന്നും വലിയ വാല്യൂ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത് പൊളിറ്റിക്കലായിട്ട് റേസിസ്റ്റായിട്ട് ടെററിസ്റ്റായിട്ടുള്ള പലതരം കൾട്ട് ഗ്രൂപ്പുകളും ഉണ്ട്. അപ്പോൾ ഇത് വിശ്വാസത്തിൻ്റെ പേരിൽ ക്രിസ്ത്യൻ ചർച്ചിൽ തന്നെ ഒരു ഡിവിഷൻ ഉണ്ടാക്കി ആ തരത്തിൽ കാത്തലിക്സ് ഒരു ആൻറ്റി കാത്തലിക് എന്ന് പറയുന്ന ഒരു പരിവേഷത്തോടു കൂടി കാത്തലിക്സൊക്കെ സാറ്റൻസാണ്, സാത്താന്മാരാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മൾ സ്വർഗത്തിലേക്ക് പോകുമെന്ന് വിശ്വസിപ്പിച്ച് പറഞ്ഞില്ല. ഇങ്ങനെ ഈ ഒരു ആഭിചാരക്രിയ എന്ന് പറയുന്നതിന് അതിൻ്റേതായിട്ടുള്ള ചില ഇതുണ്ട്. നമ്മളിപ്പോൾ പണ്ട് ദുർമന്ത്രവാദമൊക്കെ നടത്തുമെന്ന് പറയുമ്പോഴത്തേക്ക് ഒരാളിനെ പിടിച്ചിരുത്തി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അയാൾക്ക് ഈ തലയ്ക്ക് ഇല്ലാതായി തീരുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിക്കുകയൊക്കെ ചെയ്യുകയാണ്. അയാൾ പിന്നെ ഇല്ലാതായി തീരുകയാണ്, അയാൾക്ക് ഭ്രാന്ത് പിടിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഈ ദുർമന്ത്രവാദം കൊണ്ട് ആളുടെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന പരിപാടിയൊക്കെ പണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തന്നെ ആവർത്തനമാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതിപ്പോൾ ആളുടെ കൂട്ടത്തോടെ കുടുംബങ്ങളൊക്കെ വിറ്റിട്ട് വരുന്നു. പക്ഷേ ഇവർക്കെല്ലാം ഉള്ളിൽ ഒരു ബിസിനസ് മൈൻഡ് കൂടെ ഉണ്ടായിരുന്നു ഈ വന്നിട്ടുള്ള ആൾക്കാർക്കൊക്കെ. അപ്പോൾ ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന് 1912 ലോകം അവസാനിച്ചില്ല. അതിന് ശേഷം ഈ പറഞ്ഞ അവിടെ ഒരു ദിവ്യഗർഭവും ഉണ്ടായി. ആ ദിവ്യഗർഭം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ 2 സംഭവങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൽ കുറേ പേര് ഈ തലയ്ക്ക് വീണ്ടും വെളിച്ചം വന്ന് ഈ സഭ വിട്ടുപോയി. ഇത് 2 കഴിഞ്ഞു. എന്നിട്ട് 2017 ഇയാളൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുകയും അവിടെ കിടന്ന് മരിക്കുകയും ചെയ്തു. അതായത് ഇമ്മാനുവൽ എന്ന് സ്വയം അവകാശപ്പെടുന്ന അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ പുനരവതാരം എന്ന് അവകാശപ്പെടുന്ന ഇദ്ദേഹം, ദൈവപുത്രനായിട്ടുള്ള ഇദ്ദേഹം ഈ ദിവ്യഗർഭത്തിൽ ഉണ്ടായ ഒരു കുഞ്ഞും അതിൻ്റെ മാതാവും ഇവിടെ ഉള്ളപ്പോൾ തന്നെ 2017 മരിച്ചു. അപ്പോൾ ഈ ലോകാവസാനം സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹം മരണപ്പെട്ടു പോയപ്പോഴത്തേക്ക് ഈ സഭയിലുള്ള അതിൻ്റെ പ്രസിഡൻ്റ് ഉൾപ്പെടെയുള്ള അതിൻ്റെ ട്രസ്റ്റിലെ 7ഓളം പേര് രാജിവെച്ചാൽ ഇത് പലപ്പോഴും ഈ പറഞ്ഞില്ലേ ഈ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ അതിൽ വേറെ പ്രലോഭനങ്ങളുണ്ട്, സാമ്പത്തികമായിട്ടുള്ള പ്രലോഭനങ്ങളുണ്ട്. അതിൻ്റെ പേരിൽ ഇതിൽ പങ്കുപറ്റിയ ആൾക്കാർക്ക് ഇത് മഹാ തട്ടിപ്പാണ്. ഇത് മനുഷ്യരുടെ ഈ മുന്നിൽ ബോധമുള്ള മനുഷ്യരുടെ മുന്നിൽ പറയാൻ കൊള്ളാത്ത ഒരു സംഭവമായി മാറിയിരിക്കുന്നു എന്നറിയുമ്പോഴത്തേക്ക് ഇയാളുടെ മരണത്തോടുകൂടി ഇത് ഏതാണ്ട് തകർന്നതിന് ശേഷം കുറേ കഴിഞ്ഞിട്ട് ഇവരൊരു കോളനി പോലെ ആയി. പല ആൾക്കാരും അവരുടെ വീടുകളും അതൊക്കെ വിറ്റിട്ട് അവിടെ വന്നൊരു കോളനി പോലെ താമസിക്കുകയാണ്. ആ സ്ഥലത്ത് ഇപ്പോഴും ഉണ്ട് ഈ വിശ്വാസികളും ഈ സഭാവിശ്വാസികളുടെ ആയിട്ടുള്ള ഈ കൂടരംഗം. അതാണ് പറഞ്ഞത്, വീടുകൾ അടുത്തടുത്താണ് ഇങ്ങനെ കെട്ടിയിരിക്കുന്നത്. ഒരു കോളനി പോലെയാണ്, വില്ല പോലെയാണ് ഇങ്ങനെ വീട് കെട്ടിയിരിക്കുന്നത്. അവരവരുടെ എല്ലാ സ്വത്തും വിറ്റിട്ടൊക്കെ വരുന്നതാണ്. അതിൽ ഫിലിപ്പ് എന്ന് പറഞ്ഞ ഒരാൾ പുറത്ത് പോയിട്ട് അയാളുടെ സർവസ്വവും ഇവർ പിടിച്ചെടുത്തു എന്നും പറഞ്ഞ് പരാതി പറയുന്നു. പക്ഷേ അങ്ങനെയല്ല, അയാളുടെ കൂടെ പോയതിന് ശേഷം വലിയ ധനികനായി എന്ന് പറഞ്ഞിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞില്ലേ ഈ അവതാര പുരുഷന് മരണം സംഭവിക്കുകയും ഈ ലോകാവസാനം ഉണ്ടാകാതിരിക്കുകയും ചെയ്തപ്പോഴത്തേക്ക് കുറേ പേര് ഇത് വിട്ടുപോയി. എന്നുവെച്ചാൽ ഒരുവിധം ഭൂരിപക്ഷവും വിട്ടുപോയെന്ന് തന്നെ പറയാം. പക്ഷേ വേറെ കുറേ ആൾക്കാരുണ്ട് അവിടെ വന്ന് സെറ്റിൽ ചെയ്തിട്ട് വേറെ മാർഗങ്ങളില്ല അവർക്ക്, തിരിച്ചവരുടെ നാടുകളിലേക്ക് പോകാൻ ഒക്കില്ല. അവരുടെ ജീവിതം അവിടെ ക്ലോസ്ഡാണ്. പിന്നെ രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇഫ് ദേ
സ്റ്റാൻഡ് വിത്ത് ദി സഭ, സഭയോടൊപ്പം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സഭയ്ക്ക് കോടികളുടെ ആസ്തിയുണ്ട്. ആ ആസ്തിയിൽ പങ്കുകാരാകാനും ട്രസ്റ്റുകളിൽ അംഗങ്ങളാകാൻ കഴിയുമെന്നുള്ള ഒരു പ്രലോഭനത്തിൻ്റെ പേരിൽ കുറേയധികം ആൾക്കാർ ഇപ്പോഴും ഈ സഭയോടൊപ്പം നിൽക്കുന്നുണ്ട്. ആ സഭയോടൊപ്പം നിൽക്കുന്ന ഒരാളാണ് മയൂഖ ജോണി എന്ന് പറയുന്നത്. ഈ സഭ വിട്ടുപോയ ആളാണ് ഇപ്പോൾ ആരോപണ വിധേയനായ ജോൺസൺ എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഈ സഭയുടെ ഇത് കഴിഞ്ഞതിന് ശേഷം ഈ 2007 ശേഷം 2017 ശേഷം ഇയാളുടെ മരണത്തിന് ശേഷം 2020 ആകുമ്പോഴത്തേക്ക് ഒരു 3 വർഷം ഡള്ളായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഇത് ഏതാണ്ട് ഒരു നിശ്ചലാവസ്ഥയിലായിരുന്നു. 2020 ആകുമ്പോഴത്തേക്ക് പുതിയൊരു തിയറി വരുന്നു. അതായത് ഈ പെൺകുഞ്ഞ് എന്ന് പറയുന്നത് കന്യകാമറിയമാണ്. അപ്പോൾ അതായത് ഈ ലൈംഗിക ബന്ധം പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സഹചാരിണിയായിരുന്ന ഒരു സ്ത്രീയിൽ ജനിച്ച ഒരു കുഞ്ഞ്, ആ കുഞ്ഞ് കന്യകാമറിയമാണെന്ന് അതിൻ്റെ അമ്മ അവകാശപ്പെടുകയും ആ അമ്മ ഒരു അധികാര കേന്ദ്രമായി തീരുകയും ഈ പെൺകുഞ്ഞിനെ മുൻനിർത്തി വീണ്ടും ഇത് റീഓർഗനൈസ് ചെയ്യുകയും ചെയ്യുന്നൊരു ഘട്ടമാണ് 2020 മുതൽ. അപ്പോൾ എന്തുകൊണ്ട് 2016 നടന്നു എന്ന് പറയുന്നൊരു സംഭവം അന്നൊന്നുമില്ല. അതിനുശേഷം ഈ കുട്ടി വിവാഹം കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇത് വരുന്നത് 2017 സഭയിൽ പിളർപ്പുണ്ടാകുന്നു. ഇങ്ങനെ ഇടയ്ക്ക് തന്നെ തോമസ് പുളിക്കൽ എന്ന് പറയുന്ന ആൾ ഈ ജോസഫ് പൊന്നാറയുമായിട്ട് ബന്ധപ്പെട്ടു പോയി അയാൾ വേറെ അയാളുടേതായിട്ടുള്ള സയനിസ്റ്റ് സഭകൾ സ്ഥാപിക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇയാൾ നിൽക്കുന്നുണ്ട്. 2017 ഇയാൾ മരിക്കുന്നു. മരിച്ചതിന് ശേഷം വളരെ ഡള്ളായിട്ടിരിക്കുമ്പോഴാണ് പിന്നെ ഇതിനെ എങ്ങനെ നിലനിർത്താം എന്നുള്ളതിനെപ്പറ്റി എവിടെ നിന്നെങ്കിലും അവർക്ക് ഉപദേശം കിട്ടുന്നുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഫോറിൻ ഫണ്ടിങ് ഉണ്ട്. അതുപോലെ തന്നെ വേറെ പല രൂപത്തിലും ആളുകളുടേതായിട്ടുള്ള സംഭാവന സ്വീകരിച്ച് കോടിക്കണക്കിന് ആസ്തിയുണ്ട്. ഈ ആസ്തിയൊന്നും ആർക്കും കൊണ്ടുപോകില്ല. ആൻഡ് ഇറ്റ് ഈസ് എ ട്രസ്റ്റ്. അപ്പോൾ ട്രസ്റ്റിന് പുതിയ ഭാരവാഹികൾ ഉണ്ടാകണം. ട്രസ്റ്റിലെ പഴയ ഭാരവാഹികൾ രാജിവെച്ചു. അങ്ങനെ വരുമ്പോൾ അതിലൊരു പ്ലേസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ തരത്തിലും അതിൻ്റെ മോണിറ്ററി ബെനിഫിറ്റൊക്കെ കിട്ടുമെന്നുള്ള താല്പര്യത്തോടെ വീണ്ടും അവർക്കൊരു ജീവിതം ഉണ്ട്. അതായത് ഡൂംസ്ഡേ വന്ന് മരിച്ചു പോകും, സ്വർഗത്തിൽ സാധനം കിട്ടുമെന്നുള്ള അതൊക്കെ അവർ കൈവെടിഞ്ഞിട്ട് ഇത് പറഞ്ഞൊരു ലാഭകരമായ ഒരു ജീവിതമായിരിക്കും. ഇനി തിരിച്ചു പോയി നമുക്ക് ഒന്നുമില്ലാതായി തീരാൻ പറ്റില്ല എന്നുള്ള ഒരു ദുർഗതിയിൽപ്പെട്ട കുടുംബങ്ങൾ ഇപ്പോഴും കടുത്ത സഭാവിശ്വാസികളായിട്ട് 2020 ശേഷം ദർ വാസ് എ റിവൈവൽ ഓഫ് ദിസ് സയോണിസ്റ്റ് സഭ. 17 നിശ്ചലമായ ഈ സഭ 2020 ആകുമ്പോഴത്തേക്കും പുനർജനിക്കുന്നു. അപ്പോഴേക്ക് പുറത്തു പോയവർ 2020 ജനുവരിയിലാണെന്ന് തോന്നുന്നു, അതായത് 2020 ജനുവരിയിൽ ഒരു സർവകക്ഷി യോഗമൊക്കെ അവിടെ വിളിച്ചു കൂട്ടുന്നുണ്ട്. ഈ ധ്യാന കേന്ദ്ര തട്ടിപ്പ് ഇവിടെ നിന്ന് നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആ തരത്തിലൊരു സ്ട്രഗിളിൻ്റെ അന്തരീക്ഷത്തിലേക്ക് പോകുന്നുണ്ട്. ഏറ്റവും പുതിയൊരു ബാനറും ഈ ന്യൂസ് ഇൻ ഡെപ്ത് എന്ന് പറയുന്ന ഒരു പോർട്ടൽ വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ റിപ്പോർട്ട് ഇതിൽ വന്നിട്ടുണ്ട്. നമ്മുടെ നെറ്റിൽ നിന്ന് കിട്ടും. അപ്പോൾ അവരുടെ വളരെ കടപ്പെട്ടിരിക്കുന്നു അവർ ഇത്രയും വിവരങ്ങൾ തന്നെ ന്യൂസ് ഇൻ ഡെപ്ത് എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഇതിൻ്റെ വിവരങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ഫ്രഷായിട്ട് എഴുതപ്പെട്ട ഒരു ബാനറും അവിടെ എപ്പോഴും കിടപ്പുണ്ട്. അതായത് ഇവരുടെ കേന്ദ്രത്തിൻ്റെ മുമ്പിൽ ആൾ ഉപവസിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു സ്ട്രഗിൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. ആ സ്ട്രഗിളിൻ്റെ ഇടയ്ക്ക് 2021 മാർച്ചിലാണ് ഇവരാദ്യമായിട്ട് കൊണ്ടൊരു പരാതി കൊടുക്കുന്നത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ സഭ ആസ് എ ഹോൾ ഈസ് ആൻറ്റി സോഷ്യൽ, സാമൂഹ്യ വിരുദ്ധമാണ്. അതിനകത്ത് ട്രാപ്പ് ചെയ്യപ്പെട്ട അപകടത്തിൽപ്പെട്ട ഈ കല്ലുവാതിക്കൽ പെൺകുട്ടികളെ ട്രാപ്പ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത് പോലെ കുടുംബത്തോടെ ട്രാപ്പ് ചെയ്യപ്പെട്ട ആൾക്കാരാണ്. അതിലിപ്പോഴും നേട്ടങ്ങളുണ്ടാകും, ഈ കോടികളുടെ ആസ്തിയുള്ള ഇതിനോടൊപ്പം നിന്നാൽ നേട്ടങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞ് അതിനോടൊപ്പം നിൽക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അവർ വളരെ ഇതായിട്ട് ആർഡൻ്റായിട്ട് ഇപ്പോഴും ഇത് ശരിയാണെന്ന് പറയുന്നുണ്ട്. കഴിച്ച് അവരുടെ അസ്തിത്വമാണ്. 2017 ഇയാൾ മരിച്ചു പോയതിന് ശേഷം വേറെ മാർഗമില്ല. പിന്നെ ഇത് നിലനിൽക്കണം. ഇവിടം വിട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോകും. പിന്നെ ഇവിടെ ഇത്രയും പണം കിടപ്പുണ്ട്. ആ പണം ഇവരുടെ പണം കൂടെയാണ്. ലക്ഷക്കണക്കിന് ഒരാളുടെ നിന്ന് 1 ലക്ഷം രൂപയാണ് സ്വർഗത്ത് സീറ്റ് റിസർവ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഇടയ്ക്ക് അവരെ കളിയാക്കാൻ വേണ്ടി ഉള്ള ട്രോളാണോന്ന് അറിഞ്ഞുകൂടാ. ഈ 2012 ഈ കാര്യം സംഭവിക്കാത്തതുകൊണ്ട് ഇത് 2022 മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഡൂംസ്ഡേ എന്ന് പറയുന്നത് ലോകാവസാനം. അതുകൊണ്ട്
നിങ്ങൾ 1,44,000 സീറ്റുകൾ, ഇനിയും കുറേ സീറ്റുകൾ വേക്കൻ്റായിട്ട് കിടപ്പുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അപേക്ഷിക്കണമെന്നും പറഞ്ഞ് ഒരു പരസ്യം കൂടെ നമ്മൾ നെറ്റ് കിട്ടുന്നുണ്ട്. അത് ട്രോളാണോ എന്ന് അറിഞ്ഞൂടെ, എന്തായാലും സംഭവം അങ്ങനെയാണ് ഇരിക്കുന്നത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ കൾട്ട് ഗ്രൂപ്പ്സിൽ മനുഷ്യൻ്റെ തലച്ചോറിനെ തിന്നുന്നവർ അഘോരികളാണ് ഒരിക്കലും അവിടെ മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകർക്കെതിരെ വലിയ ആക്രമണം ബംഗാളിൽ നടത്തുന്നത് അഘോരികളെന്ന് പറയുന്നത്. അപ്പോൾ അഘോരികൾ മുതൽ പല കൾട്ട് ഗ്രൂപ്പ്സും ഉണ്ട്. ഇവിടെയൊക്കെ തന്നെ ഈ പാളയത്ത് വന്ന് ഈ കേന്ദ്രമടിച്ച ഈ ബുദ്ധിസ്റ്റ് ഒരു സെക്ടുണ്ട്, അവർ ഈ തരത്തിലുള്ള കൾട്ട് ഗ്രൂപ്പാണ്. ഇപ്പോൾ ഈ വടകരയിൽ എന്ന് പറയുന്ന കൾട്ട് ഗ്രൂപ്പാണ്. പിന്നെ LGBT കൾട്ട് ഗ്രൂപ്പുകൾ ഒരുപാടുണ്ട്. അതൊക്കെ ഒരു തരം ആഭിചാര പ്രക്രിയയിലൂടെ നിങ്ങളിങ്ങനെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റു തരത്തിൽ ഈ ബ്രെയിൻ ടൈമിങ് അല്ലെങ്കിൽ ബ്രെയിൻ കൺട്രോൾ എന്നാണ് അമേരിക്കക്കാർ പറയുന്നത്. നേസ ഇതിൻ്റെ ഒരു കേന്ദ്രമാണെന്നാണ് പറയുന്നത്, ആളുകളെ കൊണ്ടുപോയി ഇങ്ങനെ ടൈം ചെയ്തെടുക്കുന്നതിൽ. അപ്പോൾ ഒരാൾ അങ്ങ് അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അയാൾ വന്ന് ബാക്കി കാര്യങ്ങൾ നോക്കിക്കോളും, അയാളൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കിക്കോളും. ഇത് അവരുടെ ഒരു പൊളിറ്റിക്കൽ ഒബ്ജക്റ്റീവാണ്, ഒരു പൊളിറ്റിക്കൽ ടൂളാണ് ഈ കൾട്ട് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് കംസ് ഫ്രം ദി ടേം ഒക്കൾട്ട്. ആഭിചാരം എന്ന് മലയാളത്തിൽ പറയുന്ന ഒക്കൾട്ട് എന്ന് പറയുന്നതെന്ന് വരുന്നതാണ് ഈ കൾട്ട് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് എ കൾട്ട് ഗ്രൂപ്പ് ആൻഡ് ദിസ് കനോട്ട് ബി പെർമിറ്റഡ് ടു വർക്ക് ഇൻ കേരള. അത് ഈ സാമൂഹ്യധർമ്മത്തെക്കുറിച്ച് എന്തെങ്കിലും ബോധമുള്ള ഒരു മാധ്യമ ചാനൽ ഇവിടെ ഉണ്ടെങ്കിൽ, ഒരു പത്രം ഇവിടെ ഉണ്ടെങ്കിൽ ഇതിവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന് എഴുതേണ്ടതാണ്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ തെറ്റല്ല എന്നും ഇത് ശരിയാണെന്നും പറയാൻ ഒരു മനോരമയ്ക്ക് കഴിയണം. മയൂഖ ജോണി വന്നിട്ട് 2016 സംഭവിച്ച ഈ വളരെ ക്രൂരമായ ഒരു ആക്രമണത്തെപ്പറ്റി എന്തുകൊണ്ടാണ് 2021 മാർച്ചിൽ നിങ്ങൾ ഒരു പരാതി കൊടുത്തത് എന്ന് ചോദിക്കുമ്പോൾ ഈ ജോൺസൺ എന്ന് പറയുന്ന ആൾ ഈ സഭ വിട്ട് പുറത്തു പോയിട്ട് ഇതിനെതിരെയുള്ള സമരത്തിൻ്റെ മുൻപന്തിയിൽ വന്നപ്പോഴാണ് ആ പരാതി വരുന്നത്. അതുവരെ ആ ബലാത്സംഗം ഉൾപ്പെടെ ഈ സഭയ്ക്ക് സ്വീകാര്യമായിരുന്നു. പെൺകുട്ടിക്ക് സ്വീകാര്യമായിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിൽ അവരിപ്പോൾ പരാതി കൊടുക്കില്ല. സഭയ്ക്ക് അതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ BK ശശിയുടെ കാര്യം പറഞ്ഞതുപോലെ പെൺകുട്ടിക്ക് മറുപടി തൃപ്തികരമാണ്, പിന്നെ ഞാനെന്ത് ചെയ്യണം എന്ന് ജോസഫൈൻ ചോദിച്ചതുപോലെ ഇവിടെ ഇത് പെൺകുട്ടിക്ക് സ്വീകാര്യമായിരുന്നോ എന്നുള്ളത് പ്രസക്തമല്ല. കാരണം വെച്ചാൽ പെൺകുട്ടി ഷി വാസ് എ പാർട്ട് ഓഫ് ആൻഡ് ഷീ സ്റ്റിൽ എ പാർട്ട് ഓഫ് ദിസ് സഭ. അപ്പം സഭയ്ക്ക് അന്ന് ജോൺസൺ സ്വീകാര്യനായിരുന്നു. 2016 ഇയാൾ മരിച്ചിട്ടില്ല, 2017 ഇയാൾ മരിക്കുന്നത്. 2016 ജോൺസൺ ഇതിൻ്റെ അംഗമാണ്. ജോൺസൺ അന്ന് സഭയ്ക്ക് സ്വീകാര്യമായിരുന്നു. ഈ പറയുന്ന ജോൺസൺ അന്നൊരു ബലാത്സംഗം നടത്തിയാൽ പോലും സഭയ്ക്ക് സ്വീകാര്യനായിരുന്നു. 2017 ഇയാൾ മരിക്കുമ്പോഴും സ്വീകാര്യനായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ജോൺസൺ പുറത്തു പോവുകയും സഭയ്ക്കെതിരെ കലാപം ഉണ്ടാക്കുകയും ചെയ്തപ്പോഴത്തേക്ക് ജോൺസൺ അസ്വീകാര്യനായി തീരുകയും അങ്ങനെ ഒരു സംഭവം നടന്നതിനെ റിവൈവ് ചെയ്തുകൊണ്ടുവന്ന് ഇക്കാരണത്താൽ ഫോർ പൊളിറ്റിക്കൽ റീസൺസ് എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ ആഭിചാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാരണങ്ങളാൽ അയാൾക്കെതിരെ ഒരു കേസ് കൊണ്ടുവരികയും ചെയ്യുമ്പോൾ അതിൽ ജോസഫൈൻ എന്ത് ചെയ്യണം, അതിൽ ബിന്ദു എന്ത് ചെയ്യണം? ഇടപെട്ട മന്ത്രി ബിന്ദു ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബിന്ദു അങ്ങനെയൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും തലയിടാൻ പോകില്ല. എന്നാലും ബിന്ദുവിൻ്റെ ഒരു സെക്ടറിലാണ് ഇത് നടന്നിരിക്കുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യണം? അവർ കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ അവർ ഇങ്ങനെ പ്രതികരിച്ചാൽ പോരായിരുന്നു എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. പെൺകുട്ടിയുടെ കാര്യം വേറെ, പെൺകുട്ടിയുടെ ബലാത്സംഗം ചെയ്തുവെങ്കിൽ ആ കേസ് ആ തരത്തിൽ ഡീൽ ചെയ്ത് പോട്ടെ, അതിന് ശിക്ഷ ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ പെൺകുട്ടി ഉൾപ്പെടുന്ന സഭയ്ക്ക് 2015 ഇയാൾ സ്വീകാര്യനായിരുന്നു. 2018 പെൺകുട്ടി വിവാഹം കഴിക്കുമ്പോഴും സ്വീകാര്യനായിരുന്നു. 2017 ഇയാൾ മരിക്കുന്നു. 18 ആ സ്പ്ലിറ്റ് വ്യക്തമായിട്ട് വരുന്നില്ല, കുറേ പേര് പുറത്തുവിട്ട് പോകുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് റിവൈവ് ചെയ്ത് വന്നപ്പോഴാണ് ചിലപ്പോൾ കുറേ പേർക്ക് എല്ലാവർക്കും അതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാകാം. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് പണമാണ്, കോടികളുടെ മൂലധനമുള്ള അല്ല കോടികളുടെ ആസ്തിയുള്ള ഒരു സ്ഥാപനമാണ്. ഇതിനെ ഞാൻ പറ്റിപ്പിടിച്ച് നിന്നാൽ എനിക്ക് നേട്ടമുണ്ടാകുമെന്ന് കരുതുന്നവർ മാത്രമാണ് ഇത് റിവൈവ് ചെയ്ത് കൊണ്ടുവന്നത്. അതായത് ഈ തരത്തിൽ ദിവ്യഗർഭത്തിലൂടെ ജനിച്ച പെൺകുഞ്ഞ്
സിസേറിയൻ ചെയ്ത് പുറത്തു വന്ന പെൺകുഞ്ഞ് കന്യകാ മാതാവാണെന്ന് വിശ്വസിക്കുന്ന ഒരവസ്ഥ ഇവിടെ സംജാതമായിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇന്നലെ ഞാൻ പറഞ്ഞ ഒരു എക്കോണമി ഉണ്ടല്ലോ, അതായത് ഒരു പാരലൽ എക്കോണമി എന്ന് പറയുന്നത്, അതായത് ഒരു പ്രത്യേക അതായത് ഇന്ത്യൻ എക്കോണമിയുമായിട്ട് ബന്ധമില്ലാത്ത മറ്റൊരു എക്കോണമിയുടെ ഒരു കേന്ദ്രം ഇവിടെ ഉണ്ടായി വരികയാണ്. കുറേ പേര് അവിടെ വരുന്നു, അവർക്കൊരു ജീവനോപാധി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നു, സാധ്യതകളുണ്ടാകും. ഇതൊരു കുടിൽ വ്യവസായമായി എല്ലായിടവും ഒന്ന് വ്യാപിപ്പിച്ചു കഴിഞ്ഞാൽ കേരള ഭദ്രമായി തീരും. ഇതും ഈ പറയുന്ന ഈ മറ്റേ കുടുംബശ്രീയും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടോയെന്ന് ഞാൻ കരുതുന്നില്ല. ഇത് പക്ക ആഭിചാരമാണ്. ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളിൽ നടക്കുന്ന മർഡേഴ്സാണ്, റേപ്സാണ്, സെക്ഷൽ അനാർക്കിയാണ്, മനുഷ്യൻ്റെ തലച്ചോറ് തന്നെ പരസ്യമായിട്ട് ഭക്ഷിക്കുന്ന കൾട്ട് ഗ്രൂപ്പുകളുണ്ട്. ആ തരത്തിൽ ലൈംഗിക അരാജകത്വത്തിൻ്റേതായിട്ടുള്ള കൾട്ട് ഗ്രൂപ്പുകളുണ്ട്, നഗ്നമായി ജീവിക്കുന്ന കൾട്ട് ഗ്രൂപ്പുകളുണ്ട്, LGBT കൾട്ട് ഗ്രൂപ്പുകളുണ്ട്. ആ തരത്തിൽ അതിൻ്റെ ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒരു കൾട്ട് ഗ്രൂപ്പ്, അതും സയൺ എന്ന് പറയുന്ന അതൊരു പൊളിറ്റിക്കൽ സൈനാണ്. സയൺ എന്ന് പറയുന്നത്, അതായത് US ഇമ്പീരിയലിസം ആരബ് കൺട്രീസിനെതിരെ ഉയർത്തിപ്പിടിക്കുന്ന ഒന്നാണ് സയണിസം എന്ന് പറയുന്നത്. ആ സയൺ എന്ന് പറയുന്ന ഒരു സൈൻ വെച്ചുകൊണ്ട് നടത്തുന്ന ഒരു ആഭിചാര പ്രവർത്തനമാണ്. അതൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ്, സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമാണ്. ഇത് ഒരു പെൺകുട്ടിയെ ഒരാൾ ബലാത്സംഗം ചെയ്തുവെങ്കിൽ ആ പെൺകുട്ടിക്ക് പരാതി ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞത്, ഈ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന ആൾ സഭയ്ക്കും പെൺകുട്ടിക്കും 2021 വരെ സ്വീകാര്യനായിരുന്നു, അല്ലെങ്കിൽ 2017 വരെയെങ്കിലും സ്വീകാര്യനായിരുന്നു. കാരണം അന്നേരം അയാൾ ആ സഭയിലുണ്ടായിരുന്നു. സഭയ്ക്ക് പുറത്തു പോകുമ്പോൾ അയാൾ അസ്വീകാര്യനായിത്തീരുന്നു. ഈ പെൺകുട്ടി വിവാഹിതയാണെങ്കിലും പിന്നെ അയാൾ ബ്ലാക്ക് മെയിലിങ്ങിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷ ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചുള്ള ശിക്ഷ കൊടുക്കണം. പക്ഷേ ഇന്ത്യൻ പീനൽ കോഡ് വ്യവസ്ഥ ചെയ്യുന്ന മര്യാദകൾക്ക് അപ്പുറമുള്ള അസാൻമാർഗികമായ സാമ്പത്തിക കള്ളക്കടത്തും ഈ കന്യാസ്ത്രീ അഭിനയവും ദൈവപുത്രൻ അഭിനയവും അതൊക്കെ ഇന്ത്യൻ പീനൽ കോഡ് അനുവദിക്കുന്നുണ്ടോ? വിശ്വാസത്തിൻ്റെ പേരിൽ ഇന്ത്യൻ പീനൽ കോഡ് ഇതൊക്കെ അനുവദിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി ഇവിടുത്തെ മാധ്യമങ്ങൾ പറയണം. ഈ ഡിസ്കഷൻ വന്ന് മയൂഖ ജോണിയുടെ പ്രസ്താവന വന്നപ്പോഴത്തേക്ക് ഒരു ജോസഫൈനെ പിടിച്ച് മുമ്പിട്ടിട്ട് ജോസഫൈനെ കൊണ്ട് ഇതെല്ലാം കാമഫ്ലാഷ് ചെയ്തിട്ട് ഇതിൻ്റെ പിന്നിൽ കിടക്കുന്ന അണിയറ രഹസ്യങ്ങൾ എന്താണ് എന്നുള്ളത് ഒരു നാട്ടിനെ പൊള്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ക്രൂരമായ, ഞാൻ പറഞ്ഞില്ലേ അവിടുത്തെ അർജുനായെങ്കിൽ നടത്തുന്ന കള്ളക്കടത്തിനേക്കാളും, അത് കള്ളക്കടത്ത് പിന്നെ ചീഫ് മിനിസ്റ്ററുടെ ഓഫീസായാലും കള്ളക്കടത്തിനെ പറ്റി നിങ്ങൾ ആരും അത്രയും വലിയ ഒന്നും പറഞ്ഞു. ആരാണ് ഈ കള്ളക്കടത്തിൻ്റെ ഗുണഭോക്താക്കൾ? നമ്മുടെ ഈ സംസ്ഥാനത്ത് ഇവിടെ ഉണ്ടായിട്ടുള്ള മേജറായിട്ടുള്ള സ്വർണ്ണക്കടകളൊക്കെയാണ് ഇതിൻ്റെ ഗുണഭോക്താക്കളെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ അല്ലാതാകണമെങ്കിൽ കാക്ക മലർന്ന് പറക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ പുണ്യാത്മാക്കളൊന്നും ഒരിക്കലും കള്ളക്കടത്തിൻ്റെ പേരിൽ കുറ്റവാളികളാകുകയില്ല. ആർക്ക് വേണ്ടിയാണ് ഇങ്ങനെ നിരന്തരമായി കള്ളക്കടത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? സ്വർണം അതായത് ഈ പറഞ്ഞ ഗോൾഡ് ഇൻഡസ്ട്രിയെ പോലെ തന്നെ 2 ഇൻഡസ്ട്രിയാണ് ഇതിന് ശേഷം ഈ ഗ്ലോബലൈസേഷന് ശേഷം കേരളത്തിൽ ഏറ്റവും അധികം വികസിച്ചിട്ടുള്ളത്. അതായത് കൊല്ലത്ത് എനിക്കറിയാം, കൊല്ലത്ത് എത്രയോ വർഷമായിട്ട് വരുമ്പോൾ ഇവിടെ ആകെയുള്ളൊരു സ്വാമിനാഥൻ ആൻഡ് സൺസാണ്. അവർ ട്രഡീഷണലായിട്ട് ഈ സ്വർണ്ണ കച്ചവടമായിട്ട് ചെറിയ സ്വർണ്ണക്കടയാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത്. അല്ലാതെ കൊല്ലത്ത് വേറെ ഒരു സ്വർണ്ണക്കടയും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്നു, അധ്യാപകനായിരിക്കുന്നു, ആ കാലത്തൊന്നും കണ്ടിട്ടില്ല. പക്ഷെ പെട്ടെന്ന് ഇവിടെ പറഞ്ഞില്ലേ കുറേ അധികം സ്വർണ്ണക്കടകളുണ്ടാകുന്നു, ചുങ്കത്ത് ജുവലേഴ്സ് ഉണ്ടാകുന്നു, മറ്റേ ജുവലേഴ്സ് ഉണ്ടാകുന്നു, നിറയെ സ്വർണ്ണക്കടകളാകുന്നു. ആറ്റിങ്ങൽ സ്വർണ്ണക്കട, ആറ്റിങ്ങൽ കഴിഞ്ഞിട്ട് കല്ലമ്പലത്ത് സ്വർണ്ണക്കട, അങ്ങനെ സ്വർണ്ണക്കടകളുടെ ഒരു ബഹളം ഉണ്ടാകുന്നു. ഈ സ്വർണ്ണമൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്തിനെ പറ്റി പറയുമ്പോഴത്തേക്ക് ഹൂ ഈസ് ദി ബെനിഫിഷ്യറി, ഫൈനൽ ബെനിഫിഷ്യറി എന്ന ഒരു ചോദ്യത്തിലേക്ക് കടക്കുമ്പോഴത്തേക്ക് കസ്റ്റംസിൻ്റെയൊക്കെ കണ്ണ് തള്ളിപ്പോവും. കസ്റ്റംസ് ഈ ചരിത്രത്തിൽ ബാക്കി ഉണ്ടാകില്ല, ED ഒന്നും ഇവിടെ ഉണ്ടാകില്ല. ആ തരത്തിൽ ഈ രാജ്യത്തെ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ ഭരിക്കുന്ന ഒരു
സാമ്പത്തികമായ ഒരു വ്യവസ്ഥ ഇവിടെയുണ്ട്. ആ സാമ്പത്തിക വ്യവസ്ഥയുടെ മേലാളന്മാരാണ്, അവർക്ക് വേണ്ടിയാണ് ഈ കള്ളക്കടത്ത് നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ താഴെ നമ്മൾ പറഞ്ഞില്ലേ, CPM-ൻ്റെ കാര്യത്തിലേക്ക് ഞാൻ പിന്നീട് വരാം. ഭരണക്കാരത് ചെയ്യുന്നത് ശരിയാണെന്നുള്ള കാര്യം പിന്നീട് വരാം. ഭരണക്കാർ ചെയ്യുന്ന അതുമാത്രമല്ല, അത് ശരികേടാണ്. ഭരണക്കാർ ഇതൊന്നും ഞാൻ കണ്ടില്ല, ഞാൻ ഈ വലിയ സ്വർണ്ണക്കടകളൊന്നും കാണുന്നില്ല, അവരുടെയൊക്കെ പരസ്യങ്ങൾ ഞാൻ കാണുന്നില്ല, ആ പരസ്യങ്ങളുടെ അഡ്വാൻറ്റേജ് ഞാൻ കാണുന്നില്ല എന്ന് പറയുന്ന പത്രങ്ങളും മാധ്യമം, ആ പറയുന്ന ഗവൺമെൻറ് ഈ ആഭിചാരക്രിയകളും കാണുന്നില്ല. ഇതെല്ലാം കൂടി സംയുക്തമായിട്ടാണ് എൻ്റെ കേരളത്തെ കൊല്ലുന്നത്. ഇവരെല്ലാം കൂടി സംയുക്തമായാണ്. അതുപോലെ ഒരു കോൺസ്പിറസി നിശ്ചയമായിട്ടും, അതായത് നിങ്ങൾ കണ്ണുകൾ ഇറുകെ അടച്ചിട്ട് ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്ന്, ഈ സൂപ്പർഫ്ലുവസായിട്ട് ഉപരിപ്ലവമായിട്ട് ഇതിനു വേണ്ടി നടക്കുന്ന വേട്ടപ്പട്ടികളെ വെടിവെച്ച് കൊന്നാൽ മതിയെന്നും ഇതിൻ്റെ ആക്ച്വൽ ബെനിഫിഷ്യറിയുടെ നേരെ നിങ്ങൾ വിരൽ ചൂണ്ടുകയില്ല എന്നും പറയുന്നത് പോലെ ഈ തരത്തിലുള്ള ആഭിചാരക്രിയകൾ ഇവിടെ നടക്കുന്നുണ്ട്. നിങ്ങൾ എൻ്റെ രാജ്യത്തെ കൊല്ലുകയാണ്. തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ബാക്കി നമുക്ക് നാളെ സംസാരിക്കാം.